വിശേഷണങ്ങൾ ആവശ്യമില്ലാത്ത അതിഥിയാണ് BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച. പ്രഭാഷണം ഒരു കലയാണെന്ന നമ്മുടെ ധാരണകൾക്ക് ഊടും പാവും നൽകിയ ആൾ. മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണവും ഉണ്ടായിട്ടുണ്ട്. സോഷ്യൽ മീഡിയ തിരയുന്ന ആരുടെ കൈകളിലേക്കും അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണ ശകലമെങ്കിലും എത്താതിരിക്കില്ല. VK സുരേഷ് ബാബുവാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത്. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്, CPIയുടെ നേതാവാണ്, ഗ്രന്ഥശാല പ്രവർത്തകനാണ്. അതിനെല്ലാറ്റിനുമുപരി സംസ്ഥാനത്താകെ ഏറ്റവും തിരക്കേറിയ പ്രഭാഷകനുമാണ് അദ്ദേഹം. പ്രഭാഷണ കലയുമായി ബന്ധപ്പെട്ട്, പ്രഭാഷണങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ, അതിൽ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകൾ, സംഗീത സാന്ദ്രമാക്കുന്ന പ്രഭാഷണങ്ങൾ, ഇതൊക്കെ മലയാളികൾ ഏറെ ആസ്വദിക്കുന്നുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിലേക്ക് ഹൃദ്യമായ സ്വാഗതം ശ്രീ VK സുരേഷ് ബാബു. ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് താങ്കൾ. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു പ്രഭാഷകൻ, ഇത് രണ്ടും ചേരുമ്പോൾ ഒരു സംഘർഷം അവിടെ ഉണ്ടാകാറുണ്ടോ? ഒരു സംഘർഷമില്ല. കാരണം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളത്. എഡ്യൂക്കേഷൻ, സോഷ്യൽ എഡ്യൂക്കേഷൻ. നമ്മുടെ രാജ്യത്ത് വിവേകാനന്ദൻ്റെ ഒരു വലിയ പ്രസംഗമാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിനടക്കം പ്രേരകമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനവും പ്രസംഗവും പരസ്പര പൂരിതങ്ങളാണ്. പക്ഷേ പ്രസംഗത്തിന് ഏറ്റെടുക്കുന്ന വിഷയങ്ങളാണ് നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന വിഷയം. രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഏതൊക്കെ വിഷയങ്ങൾ പ്രസംഗിക്കാം, ഏതൊക്കെ പാടില്ല എന്നൊരു മുൻവിധിയുണ്ട്. ആ മുൻവിധിയെ ഞാൻ മറികടക്കുന്നു എന്നതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി ഉണ്ടാകുന്നത്. ഈ ക്ഷേത്രങ്ങളിലും മറ്റും ഈ ആധ്യാത്മിക പരിപാടികളിലടക്കം VK സുരേഷ് ബാബുവിൻ്റെ പ്രസംഗം ഉണ്ടാകാറുണ്ട്. താങ്കൾ ഒരു CPIയുടെ നേതാവാണ്. അപ്പോൾ അവിടെയൊക്കെ പോയി പ്രസംഗിക്കുമ്പോൾ നമ്മൾ ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം എന്നതിൽ ഒരു പാർട്ടിയുടെ ലൈനിൽ നിൽക്കുകയും വേണം, എന്നാൽ സംഭവം അവതരിപ്പിക്കുകയും വേണം. പാർട്ടിയുടെ ലൈനിനെ മറികടന്നുകൊണ്ട് ഞാൻ പ്രസംഗിക്കാറില്ല. പക്ഷേ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ പ്രധാനപ്പെട്ട അടിത്തറ നിലവിൽ രാജ്യത്ത് നിലനിൽക്കുന്ന സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കണം, കാണണം. ഇന്ത്യ ഒരു മഹാഭൂരിപക്ഷം ആസ്തിക രാജ്യമാണ്. വിശ്വാസികളാണ് മഹാഭൂരിപക്ഷം. കമ്മ്യൂണിസ്റ്റുകാരുടെ ജാഥയ്ക്ക് പോകുമ്പോൾ പോലും അവരൊരു വിളക്ക് കണ്ടാൽ ഇങ്ങനെ കഴിയും. കാരണം മരണാനന്തര ജീവിതത്തെ പറ്റിയിട്ടുള്ള അജ്ഞതയാണ് ദൈവവിശ്വാസത്തിൻ്റെ അടിത്തറ. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ ജില്ലാ സെക്രട്ടറിയുടെ കത്തെടുക്കില്ലല്ലോ. അതുകൊണ്ട് മരിച്ചാൽ എന്തൊക്കെ ആവശ്യം വന്നെങ്കിൽ നിൽക്കട്ടെ എന്ന് കരുതി ദൈവത്തെ പ്രാർത്ഥിക്കുന്നവരാണ് ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരടക്കമുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ദൈവവിശ്വാസം ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ ദൈവവിശ്വാസത്തെ ആരുപയോഗപ്പെടുത്തുന്നു എന്നതാണ് ചോദ്യം. ഇന്ത്യയിലെന്നല്ല, ലോകത്ത് ഏറ്റവും കൂടുതൽ ദൈവവിശ്വാസത്തെ ഉപയോഗപ്പെടുത്തുന്നത് രാഷ്ട്രീയമാണ്. ദൈവവിശ്വാസത്തെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രങ്ങൾ ഉണ്ടാക്കിയതാണ് ക്രിസ്തുമതമാവട്ടെ, ഇസ്ലാം രാജ്യങ്ങളെല്ലാം രാഷ്ട്രീയമാണ്. അതിൻ്റെ എല്ലാം അടിത്തറ മതമാണ്. അതുപോലെ ഇന്ത്യയിലും മതത്തിൻ്റെ അടിത്തറയിൽ ഒരു രാഷ്ട്രീയം രൂപം കൊടുക്കാൻ കഴിയാത്തതിൻ്റെ ഇച്ഛാഭംഗമാണ് ഇന്ത്യയിലെ RSSനും BJPക്കൊക്കെ ഉള്ളത്. അതുകൊണ്ട് അവർ രാഷ്ട്രീയത്തിന് മതത്തെ ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചു. അതിലവർ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ലോകത്തെല്ലായിടത്തും രാഷ്ട്രീയത്തിൽ മതത്തെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഏത് ഭാഗമാണ് ഉപയോഗിക്കുന്നത്? അവരുപയോഗിക്കുന്നത് മതത്തിൻ്റെ വിദ്വേഷാധിഷ്ഠിതമായ സങ്കുചിത ഭാഗത്തെയാണ് ഉപയോഗിക്കുന്നത്, സ്വാർത്ഥതയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ എല്ലാ മതവിശ്വാസത്തിനകത്ത് ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉണ്ടെങ്കിലും എല്ലാ ദൈവവിശ്വാസത്തിൻ്റെ അടിത്തറയിൽ ഒരു ഫിലോസഫിയുണ്ട്. നന്മയുടെ, സ്നേഹത്തിൻ്റെ, കരുണയുടെ, മാനവിക ബോധത്തിൻ്റെ, സത്യാന്വേഷണത്തിൻ്റെ ഒരു ഫിലോസഫിയുണ്ട്. ഈ ഫിലോസഫി എവിടെയും പുറത്തു വരുന്നില്ല. എല്ലാവർക്കും വേണ്ടത് ക്ഷേത്രം, ശ്രീകോവിൽ, വിഗ്രഹം, അഗ്രശാല, കൊടിമരം, നടപ്പന്തൽ, പള്ളി, കുർബാന, നിസ്കാരം, പ്രാർത്ഥന, ഇതൊക്കെ വേണ്ടു. ഇതിൻ്റെ അടിത്തറയിലുള്ള നമ്മളൊരു വീടെടുക്കുമ്പോൾ ആ വീടിൻ്റെ അസ്ഥിവാരം ആരും കാണുന്നില്ല. പക്ഷേ ഈ അസ്ഥിവാരം ഇല്ലാതെ എടുത്ത വീട് നിൽക്കില്ല.
ഈ അസ്ഥിവാരത്തെ പറ്റിയിട്ട് ജനങ്ങളെ ബോധവൽക്കരിച്ചില്ലെങ്കിൽ ഈ മതവിശ്വാസം വലിയ ദുരന്തത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ ചെന്നെത്തിക്കും. അതുകൊണ്ട് മതവിശ്വാസത്തിൻ്റെയും ഈശ്വരവിശ്വാസത്തിൻ്റെയും മാനവികവും ദാർശനികവുമായ അടിത്തറ പാർട്ടി പൊതുയോഗത്ത് പ്രസംഗിച്ചാൽ പാർട്ടിക്കാരെ കേൾക്കും. ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഞാൻ പോകാറുണ്ട്. ക്ഷേത്രത്തിൽ മാത്രമല്ല, പള്ളികളിൽ പോകാറുണ്ട്. ക്രിസ്ത്യൻ പള്ളികളിലും മുസ്ലിം പള്ളികളിലും പോകാറുണ്ട്. ഉറൂസുകളിൽ പോകാറുണ്ട്. അതുപോലെ വലിയ ബൈബിൾ കൺവെൻഷനിൽ പോകാറുണ്ട്. അവിടെ പോയിട്ട് ഈ മാനവിക ബോധത്തിൻ്റെയും ദാർശനിക ബോധത്തിൻ്റെയും അടിത്തറ പറഞ്ഞു കൊടുക്കാനാണ് പോകുന്നത്. അല്ലാതെ ആചാരങ്ങളെപ്പറ്റി, അനുഷ്ഠാനങ്ങളെപ്പറ്റി, നേർച്ച കൊടുക്കേണ്ടതിനെ പറ്റിയൊന്നും ഞാൻ അമ്പലത്തിൽ പോയി പറയാറില്ല. ഈ മാനവിക ബോധവും അതിൻ്റെ വിശ്വസാഹോദര്യ ബോധവും എല്ലാ മതങ്ങളുടെയും അടിത്തറ ഒന്നാണെന്നും പറഞ്ഞു കൊടുക്കാൻ അത് രാഷ്ട്രീയമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു രാഷ്ട്രീയമാണ്. ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായ രാഷ്ട്രീയമാണത്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കലാപം നടത്തുന്നതും വെറുക്കുന്നതും ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും പേരിലാണ്. പക്ഷെ മതവും ദൈവവും വെറുക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഞാനൊരു കിതാബിലും കണ്ടിട്ടില്ല. അത് സ്നേഹിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ്. അത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് ഇന്നത്തെ രാഷ്ട്രീയ കടമയാണെന്ന ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഇത്തരം ക്ഷേത്ര പരിപാടികളിൽ പോയി പ്രസംഗിക്കുന്നത്. ഇത്തരം പരിപാടികളിലൊക്കെ പ്രസംഗിക്കുമ്പോൾ വി കെ സുരേഷ് ബാബു ആണ് പ്രസംഗിക്കുന്നതെങ്കിൽ കാണികളുടെ എണ്ണവും കൂടും, കേൾവിക്കാരുടെ എണ്ണവും കൂടും. അങ്ങനെ വരുമ്പോൾ ആ സംഘാടകർക്ക്, വിളിച്ചു വരുത്തിയ ആളുകൾക്ക് അനിഷ്ടമാകുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഞാൻ പറയുന്നതൊന്നും തന്നെ പ്രാർത്ഥിക്കണ്ട, വിശ്വസിക്കണ്ട, ദൈവത്തെ വെറുക്കണമെന്നൊന്നും പറയുന്നില്ലല്ലോ. അനിഷ്ടകരമായിട്ട് എന്താണുള്ളത്? സത്യമല്ലേ ഞാൻ പറയുന്നത്. ഞാൻ ഉദ്ധരിക്കുന്നത് ഉപനിഷത്തുകളെയാണ്, വേദങ്ങളെയാണ്, ഭഗവത്ഗീതയാണ്, പുരാണങ്ങളെയാണ്, പുരാണ കഥകളെയാണ്. അപ്പോൾ ഞാനവിടെ കമ്മ്യൂണിസം പറയാനല്ല, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദവും മാർക്സിസവും പറയാൻ എനിക്ക് എൻ്റെ പാർട്ടി വേദി ഒരുക്കി തരും. അത് അമ്പലത്തിൽ പോയിട്ട് ഞാൻ പറയേണ്ടതില്ല. അമ്പലത്തിൽ പറയേണ്ടത് അവരെ യഥാർത്ഥ വിശ്വാസി എന്തെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അകത്ത് വെളിച്ചം നിറക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. ആ വെളിച്ചമല്ല ഇപ്പോൾ ദൈവത്തെയും മതത്തെയും ഉപയോഗപ്പെടുത്തുന്നവർ ആളുകളുടെ ഉള്ളിൽ വെളിച്ചമല്ല, അന്ധകാരം നിറക്കുന്നവരാണ്. ഈ ദൈവങ്ങളുടെ പേരിൻ്റെ അർത്ഥം പോലും ഓരോ അമ്പല കമ്മിറ്റിക്കാർക്കും അറിയില്ല. എല്ലാ ദൈവത്തിനും വെറുതെ ഒരു പേരിട്ടതൊന്നുമല്ല. വിഷ്ണു എന്ന് പറഞ്ഞാലും ശിവൻ എന്ന് പറഞ്ഞാലും രാമൻ എന്ന് പറഞ്ഞാലും വെറുതെ അച്ഛനും അമ്മയും കിട്ടിയ വായക്ക് തോന്നിയ പേരിട്ടതല്ല. ആ പേരെല്ലാം മനുഷ്യൻ്റെ വികാസവും അതിജീവനവുമായി ബന്ധപ്പെട്ട് അവൻ്റെ ജീവിത ദർശനവുമായി ബന്ധപ്പെട്ട ഓരോ പ്രതീകങ്ങളാണ്. ഈ പ്രതീകങ്ങൾ അറിയാതെയാണ്, അർത്ഥമറിയാതെയാണ് അന്ധരെ അന്ധർ നയിക്കുന്നത് പോലെയാണ് പല അമ്പലങ്ങളും. അതുകൊണ്ട് അവർക്കെന്നോട് വിദ്വേഷം തോന്നേണ്ട ആവശ്യമൊന്നുമില്ല. ചില അമ്പലങ്ങളിൽ പോയാൽ അവർ പറയും, നിങ്ങൾ പ്രസംഗിച്ചാൽ പിന്നെ കുറേ ആളുകൾ ഇവിടെ നേർച്ച തരാൻ പറയണം, അത് പറയാം. ഞാൻ പറഞ്ഞു, അത് പറയാൻ എന്നെ വേണം, എനിക്ക് പറ്റില്ല. അത് പറയാനാണെങ്കിൽ ദയവ് ചെയ്തിട്ട് എന്നെ വിളിക്കണ്ട. അതുമാത്രമല്ല, ആധ്യാത്മിക പ്രഭാഷണം എന്ന് വെക്കരുതെന്ന് ഞാൻ പറയാറുണ്ട്. എന്നാലും ചില ആളുകൾ വെക്കും. ഞാൻ ആധ്യാത്മിക പ്രഭാഷണം നടത്തുന്ന ആളല്ല, മാനവിക പ്രഭാഷണം, അമ്പലങ്ങളിൽ മാനവിക പ്രഭാഷണം നടത്തുന്ന ആളാണ്. ആധ്യാത്മിക പ്രഭാഷണം എന്താണെന്ന് എനിക്കറിയാം. എന്താണ് ആധ്യാത്മികത എന്ന വിഷയം എനിക്ക് അറിയാം. അത് പറയാൻ ആളല്ല ഞാൻ പറയുന്നത് മനുഷ്യനില്ലെങ്കിൽ പിന്നെ ദൈവമുണ്ടോ? മനുഷ്യൻ വന്നതിന് ശേഷമല്ലേ ദൈവം ഉണ്ടായിട്ടുള്ളൂ. മനുഷ്യൻ വരുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ ഒരു പള്ളിയും ഇല്ല, അമ്പലവും ഇല്ല, ദൈവത്തിന് പേരുമില്ല. ഭൂമിക്ക് ഭൂമി എന്ന് പേരില്ല, ആകാശത്തിന് ആകാശം എന്ന് പേരില്ല, സൂര്യന് സൂര്യൻ എന്ന് പേരില്ല. എല്ലാറ്റിനും പേര് കൊടുത്ത മനുഷ്യനാണ്, ദൈവത്തിനും പേര് കൊടുത്ത മനുഷ്യനാണ്. ആ മനുഷ്യനില്ല പിന്നെ ഇല്ലല്ലോ. അതുകൊണ്ട് മനുഷ്യരെ പറ്റി, മനുഷ്യരുടെ മാനവിക ബോധം വളർത്താൻ വേണ്ടി അവിടെ പോകുന്നു, അത്രമാത്രം. ഈ എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും ഇങ്ങനെയൊരു പ്രഭാഷണ മേഖലയിലേക്ക് താങ്കൾ വന്നത്? എങ്ങനെയാണ്? ഞാൻ ചെറുപ്പം മുതലേ അച്ഛനും അച്ഛൻ്റെ അച്ഛനൊക്കെ പുരാണങ്ങൾ വായിച്ചു തരാറുണ്ട് എനിക്ക്. പക്ഷെ അവർ കേവലം പുരാണം ഭക്തിയുടെ ഭാഗമായിട്ടല്ല, അതിനെ വിമർശനാത്മകമായിട്ടാണ്, അതിൻ്റെ യുക്തിഭംഗങ്ങളെപ്പറ്റി എന്നെ ബോധ്യപ്പെടുത്തും. അച്ഛനും പറഞ്ഞു തരും, അച്ഛൻ്റെ അച്ഛനും പറഞ്ഞു തരും പുരാണങ്ങളുടെ യുക്തിഭംഗങ്ങൾ. അപ്പോൾ ആ യുക്തിഭംഗങ്ങൾ, ഇപ്പോൾ ഒറ്റ ഉദാഹരണം അച്ഛൻ പറഞ്ഞു തന്നത്, കാട്ടിലേക്ക് രാമൻ്റെ കൂടെ സീതയും പോകണമെന്ന് പറയുന്നു. പക്ഷേ സീതയെ രാമൻ കൊണ്ടുപോയില്ലെന്ന് പറയും. അപ്പോൾ സീത രാമനോട് പറയുന്നുണ്ട്, രാമായണങ്ങൾ പലവും കവിവരരാമോദമോട് പറഞ്ഞു കേൾപ്പുണ്ട് ഞാൻ, ജാനകിയോട് കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്ന് പോയിട്ടുള്ളൂ. ഞാൻ ഒരുപാട് രാമായണം കേട്ടിട്ടുണ്ട്, അതിലൊന്നും രാമൻ സീതയെ കൂടാതെ കാട്ടിലേക്ക് പോകുന്നില്ല. പിന്നെ നിങ്ങളെന്താ എന്നെ കൊണ്ടുപോകാത്തത്? അത് കേൾക്കുമ്പോൾ
എന്തോ ഒരു യുക്തിഭംഗം, അത് ആണ് അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നതാണത്. എന്ന് പറഞ്ഞാൽ സീതയുടെ രാമൻ്റെ കഥയാണ് രാമായണം. പക്ഷേ രാമായണം ഞാൻ കുറേ കേട്ടിട്ടുണ്ടെന്ന് സീത പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള യുക്തിഭംഗങ്ങളെ പറ്റിയിട്ട് എന്നെ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ പുരാണങ്ങളെയും ഉപനിഷത്തുകളെയൊക്കെ വിമർശനാത്മക പഠനത്തിന് വിധേയമാക്കി. അത് ചെറുപ്പത്തിൽ തന്നെ അങ്ങനെയാണ്. എന്തിനേയും അത് എൻ്റെ വായനയുടെ ഒരു പ്രത്യേകത. അധ്യാപകർ ക്ലാസ്സിലിരിക്കുമ്പോഴും ഞാൻ അവർ പറയുന്നതിനെ ചോദ്യം ചെയ്യുക എന്ന ഉറക്ക് വരാതിരിക്കാൻ എടുത്ത സൂത്രമാണ് ഞാൻ. അധ്യാപകർ പറയുന്നത് അത് ശരിയല്ലല്ലോ മാഷേ എന്ന് പറയാനുള്ള പോയിൻ്റ് അന്വേഷിക്കും. അപ്പോൾ ഉറക്ക് വരില്ല നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരു നിരൂപണാത്മകമായ ഒരു പഠനം പണ്ടേയുള്ളൊരു ശീലമുണ്ട്. ആ ശീലം വളർന്നു വന്നപ്പോൾ ഈ പുരാണങ്ങളിൽ അതിൻ്റെ അത് നിരൂപണം നടത്തണമെങ്കിൽ, വിമർശനം നടത്തണമെങ്കിൽ അതിൻ്റെ ശരിയായത് പഠിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ പഠിച്ചതാണ്. ഈ എല്ലാ മതങ്ങളെക്കുറിച്ചും ഉള്ള പഠനങ്ങൾ ആ കാലത്ത് എല്ലാ മതങ്ങളും ഈ മറ്റു മതങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോൾ അടുത്ത കാലത്താണ് ഞാൻ ഖുറാനും ബൈബിളൊക്കെ പഠിച്ച് അതിൻ്റെ അന്തരാർത്ഥങ്ങൾ മറ്റു മതങ്ങളുമായിട്ടുള്ള അതിൻ്റെ സാജാത്യങ്ങളും വൈജാത്യങ്ങളും ഒക്കെ ഇപ്പോൾ അടുത്ത കാലത്താണ്. പണ്ടൊക്കെ മുസ്ലിങ്ങളൊക്കെ ഒരുപാടുള്ള സ്കൂളിലാണ് പഠിച്ചതെങ്കിലും എനിക്ക് ഇതിനെപ്പറ്റി ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അടുത്ത കാലത്താണ് എല്ലാം പഠിക്കാറുണ്ട്. എൻ്റെ അടുത്ത് ഒരു 10 പല സ്ഥലത്തും എനിക്ക് പള്ളികളിൽ പോയ ഒരു ഖുറാൻ സംഭാവനയും മലയാളവും മറ്റൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ വീട്ടിൽ ഒരു 10-15 ഖുറാൻ പുസ്തകം എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട്. പിന്നെ ഈ മതഗ്രന്ഥങ്ങളിൽ ഉള്ളത് തന്നെയാണോ ഈ മത ശ്രേഷ്ഠന്മാർ എന്നൊക്കെ പറയുന്നത്? അതായത് മതഗ്രന്ഥങ്ങളിൽ ഒരുപാട് വിഡ്ഢിത്തങ്ങളുണ്ട്, ഒരുപാട് നന്മയുണ്ട്. പക്ഷെ നന്മ ആരും ഫോക്കസ് ചെയ്യൽ വളരെ കുറവാണ്. വിഡ്ഢിത്തങ്ങളെയാണ് എഴുന്നള്ളിക്കുന്നത്. കാലഘട്ടത്തിനനുസരിച്ച് മതഗ്രന്ഥങ്ങളും മറ്റൊക്കെ പുതുക്കാത്തതാണ് പ്രശ്നം. നമ്മുടെ രാജ്യത്തിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്താ? ബുദ്ധിജീവികളായിരുന്നില്ല നമ്മുടെ രാജ്യത്ത്. ഉപനിഷത്തുകൾ ഒരു കമ്പ്യൂട്ടറും ഒരു കരണ്ടും ഇല്ലാത്ത കാലത്ത് ലങ്കയെന്ന് പറയുന്ന രാജ്യത്തെ കാണണമെങ്കിൽ നടന്നു പോയിട്ട് നീന്തി കയറിയാൽ മാത്രമേ ലങ്കയെ കാണാൻ പറ്റൂ. ആ കാലഘട്ടത്തിൽ രാമായണം എഴുതുന്നു, മഹാഭാരതം എഴുതുന്നു, ഉപനിഷത്തുകൾ കാട്ടിൻ്റെ ഊഹക്കകത്തിരുന്നിട്ട് ഓടലെണ്ണ കത്തിച്ച വെളിച്ചത്തിലാണ് ഉപനിഷത്തുകൾ എഴുതുന്നത്. അതൊക്കെ എഴുതിയ ബുദ്ധിജീവികളാണ്. നമ്മുടെ ഇംഗ്ലീഷ് മരുന്ന് 10-200 കൊല്ലമായിട്ടേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. എന്നാൽ ഇതിനേക്കാൾ 1000 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലുള്ള മരങ്ങളുടെയും ചെടികളുടെയും വള്ളികളുടെയും ഇലയും തൊലിയും പൂവും കായും വേരും തണ്ടും വായിലിട്ട് ചവച്ചരച്ച് നോക്കിയിട്ട് അത് അമ്ല ഗുണമാണോ ക്ഷാരഗുണമാണോ എന്ന് കണ്ടെത്തി ആയിരക്കണക്കിന് ആയുർവേദ ഗ്രന്ഥങ്ങളും ഇല്ലേ, ആയുർവേദ മരുന്നുകൾ, കഷായം, അരിഷ്ടം, വടകം, ലേഹ്യം, ഗുളിക, തൈലങ്ങൾ ഉണ്ടാക്കി വെച്ച് ചെറിയ ബുദ്ധിയാണോ ചരകനും സുശ്രുതനും സഞ്ജീവനിക്കൊക്കെ? കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് 1000 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. നളന്ദ, തക്ഷശില സർവകലാശാലകളുണ്ട്. കാശ്മീരിലൊരു സർവകലാശാല ഉണ്ടായിരുന്നു, ശാരദാ സർവകലാശാല. അവിടുന്ന് ഡോക്ടറേറ്റ് നേടിയ ഒരാൾ കർണാടകത്തിലൊരു സർവകലാശാല ഉണ്ടാക്കി അതേ പേരിൽ. അതിൻ്റെ പേര് ശാരദാ പീഠം എന്നാണ്. ആ ഡോക്ടറേറ്റ് നേടിയ ആളാണ് ജഗദ്ഗുരു ആദിശങ്കരൻ. ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും നമ്മുടെ രാജ്യം പട്ടിണിയിലേക്ക് പോയി. എന്തേ? എന്നിട്ട് ഇവിടെയുള്ള ആധുനികമായ ഒരു ഉപകരണങ്ങൾ പോലും ഇന്ത്യയെ കണ്ടുപിടിച്ചതല്ല. നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ മൈക്കാവട്ടെ, ഇപ്പോൾ ഈ ബൾബാവട്ടെ, എൻ്റെ കണ്ണടിയാവട്ടെ, വാച്ചാവട്ടെ, പേനയാവട്ടെ, കടലാസാവട്ടെ, അച്ചടിയാവട്ടെ, ഫോണാവട്ടെ, ഫാനാവട്ടെ, കാറാവട്ടെ, ലോറിയാവട്ടെ, ഒന്നും ഇന്ത്യയെ കണ്ടുപിടിച്ചത്, എല്ലാം വിദേശികൾ കണ്ടുപിടിച്ചതാണ്. ഇത്രയും അറിവുള്ളവർ, വിദേശികൾ പറയാറുണ്ട് വിസ്ഡം എറൈസ് ഫ്രം ഈസ്റ്റ്, വിവേകം കിഴക്ക് നിന്നാണ് ഉദിക്കുന്നത്. കിഴക്ക് നമ്മളാണ്, പൗരസ്ത്യരാണ്. ഇത്രയും ഉണ്ടായിട്ടും നമ്മുടെ രാജ്യം മെച്ചപ്പെടാത്തത് നമ്മൾ ഈ പഴയതിനെ ഒന്നും മറക്കുകയില്ല, പുതിയതൊന്നും പഠിക്കുകയില്ല എന്നതാണ്. അതുകൊണ്ട് മനുഷ്യനുണ്ടായത് പഴയതും വെച്ചൊന്നും പോകാനല്ല, അതാത് കാലഘട്ടത്തിനും ദേശത്തിനും അനുസരിച്ച് നമ്മുടെ അറിവിനെ പുതുക്കി നവീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മനുഷ്യ സംസ്കാരം തകർന്നു പോകും. ആ കാര്യം ഇതൊക്കെ പറയുമ്പോഴാണ് ഈ മണാലിയിൽ ഒരു വിധവയായ ഒരു വീട്ടമ്മ ഒരു മകളുടെ ഒപ്പം മണാലിയിൽ പോയ ആ സോഷ്യൽ മീഡിയയിൽ ആ ദൃശ്യങ്ങളൊക്കെ വലിയ വൈറലായി. അതിനെ ഒരു മതപണ്ഡിതൻ അതിരൂക്ഷമായി വിമർശിക്കുകയാണ്. ഈ വിധവകൾ വീട്ടിലിരിക്കേണ്ടവരാണ് എന്നുള്ള രീതിയിലൊക്കെ. അതാണ് ഈ തെറ്റായ കാര്യങ്ങൾ. ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവരാണ്? മനുഷ്യന് അറിവ് കൂടുന്തോറും, പുതിയ പുതിയ അറിവ് കൂടുന്തോറും അവർ അറിവിനെ പുതുക്കുന്നില്ല. അതിപ്പം ഈ ISROയിലെ ശാസ്ത്രജ്ഞന്മാർ റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ തേങ്ങ ഉടക്കുന്ന കണ്ടിട്ടില്ലേ?
അറിവുണ്ടായിട്ട് കാര്യമില്ല. നോളജ് 3 ഭാഗങ്ങളുണ്ട് നോളജിന്. ഈ 3 ഭാഗങ്ങൾ ചേർന്നാലേ നോളജാവും. ഒന്ന്, അത് സത്യമായിരിക്കണം നോളജ്. രണ്ടാമത്, അത് യുക്തിബോധമുള്ളതായിരിക്കണം. അത് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ തനിക്ക് കഴിയുന്നില്ലെങ്കിൽ അത് നോളജല്ല. മൂന്നാമത്തത്, അത് തനിക്ക് വിശ്വാസം വേണം. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിലേ ഒരു നോളജ് പൂർണ്ണമാവുന്നുള്ളൂ. ഇവരൊക്കെ പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു, പാസ്സാവുന്നു എന്നൊക്കെ അല്ലാതെ അതിനപ്പുറത്തേക്ക് നോളജിൻ്റെ ആഴത്തിലേക്ക് പരപ്പുണ്ട്, പക്ഷേ ആഴമില്ല. പരപ്പ് ഇങ്ങനെ വരച്ചാൽ മൈനസാണ്, ആഴം ഉണ്ടെങ്കിലേ അത് പ്ലസ് ആവും. നമ്മൾ പലരും പഠിക്കുന്നവർക്ക് പരപ്പേ ഉള്ളൂ, ആഴമില്ല എന്നുള്ള പ്രശ്നം. ആ ആഴമില്ലാത്തതുകൊണ്ടാണ് ഈ ഇങ്ങനെയുള്ള വിഡ്ഢിത്തങ്ങളൊക്കെ എഴുന്നള്ളിക്കുന്നത്. ഈ പ്രഭാഷണങ്ങളൊക്കെ നടത്തുമ്പോൾ താങ്കൾ ഓരോരോ വിഷയങ്ങൾ ഇപ്പോൾ ഏത് വേദിയിൽ എന്ത് സംസാരിക്കണമെന്ന് അവിടെ എത്തുമ്പോഴാണോ തീരുമാനിക്കുന്നത്, അല്ല പോകുമ്പോഴേ മനസ്സിൽ നേരത്തെ വിഷയം തന്നിട്ട് പ്രസംഗിക്കുന്ന സ്ഥലങ്ങളുണ്ട്, നേരത്തെ വിഷയം തന്നിട്ട്. എന്നാൽ പലരും അങ്ങനെ നേരത്തെ വിഷയം തരാറില്ല. നിങ്ങൾ പറഞ്ഞോ. അപ്പോൾ അവിടെ എത്തുമ്പോൾ അവിടുത്തെ ജനക്കൂട്ടത്തിൻ്റെ, അവിടുത്തെ ഗ്രാമത്തിൻ്റെ പ്രത്യേകത, അവിടുത്തെ പരിപാടി സംഘടിപ്പിച്ച ആളുകളുടെ പ്രത്യേകത, ആ ജനക്കൂട്ടത്തെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്ത ഉണരും. നേരത്തെ തയ്യാറാക്കി വെച്ച പ്രസംഗം അവതരിപ്പിക്കുമ്പോൾ അതിനൊരു സുഖമില്ല. പ്രസംഗിക്കാൻ മൈക്കിൻ്റെ മുമ്പിൽ കയറുമ്പോൾ ചിന്തക്ക് തീപിടിക്കണം. സുകുമാർ അഴീക്കോടിൻ്റെ ഉപദേശമാണ് എൻ്റെ ഏറ്റവും വലിയ ഉപദേശം. പ്രസംഗം എന്ന് പറയുന്നത് ചിന്തക്ക് തീപിടിക്കലാണ്. ചിന്ത അവിടുന്ന് ഫ്രഷായിട്ട് എൻ്റെ ചിന്തകളുണ്ടായി. ഒരിക്കലും മറ്റൊരിടത്തും പറയാത്ത പുതിയ കാര്യങ്ങൾ എനിക്ക് തോന്നുകയും അത് അവതരിപ്പിക്കുകയും ചെയ്തിട്ട് ഇറങ്ങുമ്പോഴാണ് എനിക്ക് ഏറ്റവും സംതൃപ്തി ഉണ്ടാകുന്നത്. ആ ചിന്തകൾ അങ്ങ് അവതരിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. ചിലപ്പോൾ എന്നാലും ആ വിഷയത്തിൻ്റെ ഒരു ഔട്ട്ലുക്ക് ഉണ്ടാവും. പക്ഷേ ആ ഒരു പരിപ്രേക്ഷ്യത്തിനകത്ത് നിന്നുകൊണ്ട് പുതിയ ഫ്രഷായിരിക്കുന്ന ചിന്തകൾ, ചില പാട്ടുകൾ, ചില കവിതകളൊക്കെ അപ്പം തോന്നണം. അല്ലാതെ നേരത്തെ പോയിരിക്കുന്ന ക്ലാസ് അല്ല പ്രസംഗം, ക്ലാസ് എടുക്കലല്ല പ്രസംഗം. ക്ലാസ് വേറെ, പ്രസംഗം വേറെ. അതാണ് ഈ പ്രസംഗത്തിനിടയിൽ കുഴിമന്തി അടക്കം വന്ന് ചേരാറുണ്ട്. താങ്കളുടെ പ്രസംഗത്തിൽ കട്ടൻ ചായ ചോദിച്ച് കിട്ടാത്ത സ്ഥലത്ത് കുഴിമന്തി കാണുന്നു. ഇതൊക്കെ ഓരോരോ യാത്രകളിൽ കിട്ടുന്ന അനുഭവങ്ങളാണ്. അതായത് ചിലപ്പോൾ സംഘാടകരുടെ ഒരു വിവരക്കേട് ഒക്കെ ഞാൻ പരോക്ഷമായി കൊട്ടും. തമാശ രൂപ, അവരെ വെറുപ്പിക്കുന്ന രീതിയിലല്ല, കൊട്ടും. എന്നുവെച്ചാൽ പല ക്ഷേത്രങ്ങളിലും അമ്പല കമ്മിറ്റിക്കാർ പ്രസംഗിക്കാൻ വന്ന ആളെ ഒരു കുടിവെള്ളം പോലും തരില്ല. അപ്പോൾ അവരോട് ആതിഥ്യ മര്യാദ എന്താ? അർഘ്യപാദ്യാദികളാണ്. വന്നാൾക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കണം എന്ന് അത് ഓർമ്മിപ്പിക്കും. നിങ്ങൾ തന്നില്ലെന്ന് പരാതി പറയല്ല, കൊടുക്കണമെന്ന് ശീലം അത് പറയും. അതുപോലെ പല ഇടങ്ങളിലും മാംസാഹാരത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. അമ്പല കമ്മിറ്റിക്കാർ പോലും ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇറച്ചിയും ഭക്ഷണമൊക്കെ ഏർപ്പാട് ചെയ്യും. ഞാൻ ഇറച്ചി കഴിക്കുന്ന ഒരാളല്ല, പക്ഷേ എന്നാലും അവർ അങ്ങനെ ഒരു ചിന്തയില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ നമ്മുടെ ഭക്ഷണ സംസ്കാരം വല്ലാത്ത ദുരന്തം യുവാക്കളിൽ ഉണ്ടാക്കുന്നുണ്ട്. ഭക്ഷണം ഇറച്ചിയും മത്സ്യമൊന്നും കഴിക്കുന്നത് തെറ്റില്ല, പക്ഷേ പാശ്ചാത്യരാണ് ഏറ്റവും കൂടുതൽ മാംസം കഴിക്കുന്നത്. പക്ഷേ അവർ 2 കഷ്ണം പച്ചക്കറിയും കൂട്ടിയിട്ടാണ് 1 കഷ്ണം ഇറച്ചി തിന്നുന്നത്. നമ്മുടെ കുട്ടികൾ സാമ്പാർ വിളമ്പിയാൽ കഷ്ണങ്ങളെല്ലാം നീക്കി വെക്കുക, അവർക്കതിൻ്റെ മസാലയെ വേണ്ടു. എന്നിട്ട് പീസുണ്ടോ എന്ന് വിളമ്പക്കാരനോട് ചോദിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം കൂടുതൽ ഇറച്ചി തിന്നുകയും അതിൻ്റെ ഹോർമോൺ ബാലൻസ് തെറ്റിയിട്ട് അവരുടെ ഉള്ളിൽ ഹോർമോണുകളാണ് നമ്മുടെ യുവാക്കളെ അധികം നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ അവരുടെ ഹോർമോൺ, അത് ഞാൻ കണ്ടുപിടിച്ചതല്ല, സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മനഃശാസ്ത്ര തത്വത്തിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ സകലമാന ചലനങ്ങളെയും ചിന്തകളെയും നിയന്ത്രിക്കുന്നതിൻ്റെ പിറകിൽ അവൻ്റെ ലൈംഗിക ഹോർമോൺ ഉണ്ടെന്ന്. ആ ലൈംഗിക ഹോർമോണുകൾ ഇപ്പോൾ കൂടുതലാണ്. പണ്ടൊക്കെ നമ്മൾ നല്ല നാടൻ ഭക്ഷണം കഴിച്ചിട്ട് ചക്കക്കുരും വെള്ളരിക്കും ഓലനും കഴിച്ചിട്ട് നമുക്ക് അത്ര വലിയ പക്വത ആർജിക്കുമ്പോഴൊക്കെ ഈ ഹോർമോണൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കുട്ടികൾ പക്വത ആർജിക്കുന്നതിന് മുമ്പ് 5ാം ക്ലാസ്സിലെത്തുമ്പോഴേക്ക് കുട്ടികൾ ഋതുമതിയാവുന്നു, ഇല്ലേ? 8ാം ക്ലാസ്സിലെ പെൺകുട്ടി പ്രസവിക്കുന്നു. കുട്ടീൻ്റെ അച്ഛൻ 7ാം ക്ലാസ്സിലെ പയ്യനാണെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? ചെമ്പകപ്പൂ മൊട്ടിനുള്ളിൽ വസന്തം വരുന്ന കൗമാരം ഒരു യാഥാർത്ഥ്യമാണ്, അത് വേണം. പക്ഷേ മനുഷ്യന് പക്വത വരുന്നതിന് മുമ്പേ ശരീരം കൗമാരത്തിലേക്ക് കയറുമ്പോൾ ഈ പക്വതയില്ലായ്മയും കൗമാരത്തിൻ്റെ ശക്തിയും തമ്മിലുള്ള ഒരു മത്സരത്തിൽ ആമയും മുയലും പന്തയം വെച്ച പോലെയാകും. ആമ ശരീരമാണ്, അത് മെല്ലെ വളരൂ, പക്ഷെ മനസ്സ് മുയലാണ്,
അത് കുതിച്ചോടും. പക്ഷെ നമ്മളെ കഥയിൽ പ്രകാരം മുയൽ കിടന്നുറങ്ങും, ആമ സമ്മാനം വാങ്ങി. നമ്മുടെ സംസ്കാരം, മനസ്സിൻ്റെ സംസ്കാരം കിടന്നുറങ്ങുന്നു, ശരീരം മനസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നു. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ യാഥാർത്ഥ്യത്തെ രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും കാണണം. ആ ഹോർമോൺ ബാലൻസിന് കണക്കായ രീതിയിൽ അവന് തക്കതായിരിക്കുന്ന മാനസികവും കായികവുമായിരിക്കുന്ന ഏർപ്പാടുകൾ കൊടുക്കുന്നതിൽ നമ്മൾ പരാജയമാണ്. ഇപ്പോൾ നമ്മുടെ ഇല്ലുമിനാട്ടി എന്ന് പാട്ടുപാടി തുള്ളുന്ന കുട്ടികളെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. ആ കുട്ടികൾക്ക് നല്ല പാട്ട് ഒരച്ഛനും പാടിക്കൊടുക്കുന്നില്ല. കവിത ചൊല്ലുന്നുണ്ടോ? ഒരു കഥ പറഞ്ഞു വായിക്കുന്നുണ്ടോ? വീട്ടിലൊന്നുമില്ല. വിവാഹം കഴിഞ്ഞാൽ പിന്നെ പുസ്തകം വായിക്കാൻ പാടില്ല എന്നുള്ളൊരു അലിഖിത നിയമമാണ്. വായിക്കുന്നവർ വളരെ വളരെ അപൂർവമാണ്. വായന മരിച്ചു പോകുന്നില്ല. പക്ഷേ നമ്മുടെ വീടുകളിൽ സാധാരണ മനുഷ്യർ വായിക്കുന്നില്ല. വായനയ്ക്ക് കുറച്ച് ആളുകൾ, വായിക്കാൻ മാത്രം കുറച്ച് ആളുകളും വായിക്കാത്ത കുറേ ആളുകളും. അങ്ങനെയില്ലല്ലോ, എല്ലാവരും വായിക്കണം. അതുകൊണ്ട് ഞാൻ അമ്പലത്തിലായാലും രാഷ്ട്രീയ പ്രസംഗത്തിലായാലും സാംസ്കാരിക പ്രസംഗത്തിലായാലും വായനയുടെ സൗന്ദര്യവും വായനയുടെ അനുഭൂതിയും പ്രൊമോട്ട് ചെയ്യാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കാറ്. വായനയുടെ 10 ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് മനുഷ്യനൊരു സന്തോഷം കിട്ടുന്നത്. വെറുതെ വായിക്കുന്നതല്ല. അതിൻ്റെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാരിങ്ങനെ കുഴിമന്തിയുടെ പുറകെ പോയി അതാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിച്ചു പോകുന്നത്. ഈ ഇത്തരം വിഷയങ്ങളൊക്കെ പറയുമ്പോഴും താങ്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സിനിമാ ഗാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഓരോ അതിലെ വരികൾ എടുത്തുകൊണ്ട് പണ്ടത്തെ പാട്ടും ഇപ്പോഴത്തെ പാട്ടും തമ്മിലുള്ള ഒരു താരതമ്യം, അതൊക്കെ പാടി കേൾക്കുമ്പോഴുണ്ടാകുന്ന ഒരു സുഖം, ഇതൊക്കെയാണ് എല്ലാവരും വലിയ തോതിൽ ആസ്വദിക്കുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നാൽ വി കെ സുരേഷ് ബാബുവിൻ്റെ പ്രസംഗത്തിന് അത്തരം പാട്ടുകളും ഇതൊക്കെയാണ് വലിയ തരംഗമായി. ഞാൻ ഈ പാട്ട് ഒരുപാട് പാട്ട് 1600 പാട്ടോളം എനിക്ക് ബൈഹാർട്ടാണ്. പക്ഷേ അതിനേക്കാൾ എനിക്ക് കവിതകൾ അറിയാം. പക്ഷേ അത് കവിത ചൊല്ലുമ്പോൾ ഈ കവിത കേട്ടവരാരും ഉണ്ടാവില്ല. വളരെ അപൂർവ ആളെ ഉണ്ടാവും. പക്ഷെ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ അത് അവരുടെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ടിന് ഉപയോഗിക്കുന്നത്. ഞാൻ കവിതയും ചൊല്ലാറുണ്ട്. പക്ഷെ പാട്ട് കുറേശ്ശെ ഞാൻ പാടാനും പറ്റും. അപ്പോൾ പാടാനും കഴിയും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഈണത്തിൽ അവതരിപ്പിക്കുമ്പോൾ കാവ്യം ശ്രാവ്യമാണല്ലോ, ചെവി കൊണ്ട് കേൾക്കേണ്ടത് കൂടിയാണ്. അതുകൊണ്ട് അതിനൊരു ഈ പ്രസംഗം കേൾക്കുന്നവർക്കൊരാനന്ദം കൊടുക്കാൻ, അവരുടെ അതെ, ആ ലോകത്തേക്ക് കൊണ്ടുപോകാൻ പാട്ടൊരു പ്രധാന ഘടകം. അതിന് പേരിൽ തന്നെ ഒരുപാട് കുറേ ബുദ്ധിജീവികൾ വിമർശിക്കുന്നുണ്ട്. സിനിമാ പാട്ടുകാരൻ പ്രസംഗം എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും ഞാൻ ബുദ്ധിജീവികളോട് പ്രസംഗിക്കാൻ പോകാറില്ല. ഞാൻ സദസ്സിലുള്ള സാധാരണ മനുഷ്യരോട്, അവരോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അല്ലാതെ വലിയ സാംസ്കാരിക നായകന്മാരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഞാൻ പ്രസംഗിക്കാറില്ല. സാധാരണ മനുഷ്യർ അവരൊന്നെല്ലാം പ്രസംഗം എന്ന് പറയുന്നത് വരണ്ടുണങ്ങിയ ഒരു അവസ്ഥയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രസംഗം എന്ന് പറഞ്ഞാൽ അവിടെ ആൾ വരില്ല. എന്ന് പറഞ്ഞാൽ ഗാനമേള എന്ന് പറഞ്ഞാൽ വരും, മറ്റു പല ഡാൻസിന് വരും. പ്രസംഗം എന്ന് പറഞ്ഞാൽ വരുന്നില്ല, വരാത്തൊരവസ്ഥയുണ്ടായിരുന്നു. ഈ അവസ്ഥയെ ഒന്നും പൊളിക്കണം. ഒരു പ്രസംഗം കഴിയുമ്പോഴേക്ക് ഒരു 5-10 പാട്ടും 4 കവിതയും ഒരു 10 തമാശയൊക്കെ കേട്ട് ഒരു കലാപരിപാടി ആസ്വദിച്ച മൂഡിലേക്ക് അവരെ കൊണ്ടുവരണം. അതിൻ്റെ ഇടയിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തണം. ഇതാണ് എൻ്റെ പ്രസംഗത്തിനെ പറ്റിയിട്ടുള്ള നിലപാട്. അതുകൊണ്ട് എൻ്റെ പ്രസംഗം മികച്ച പ്രസംഗമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ ആളുകൾക്ക് ഇത് ആസ്വദിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ താങ്കളുടെ പോക്കറ്റിലുള്ള ഡയറി ഒന്ന് തുറന്നു നോക്കുമ്പോൾ ഒരു ഡേറ്റ് ഇല്ലാത്ത ഉണ്ടാകുന്നത് ഒരു അതെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം മലയാളികളുടെ നിന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഗൾഫിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കോൾ വരുന്നത്. എന്നാൽ ഞാനിപ്പോൾ ജില്ലാ പഞ്ചായത്തും പൊളിറ്റിക്സൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാ പരിപാടിയും കേൾക്കാറില്ല. അപ്പോൾ മാസത്തിലൊരു ദിവസം ഗൾഫ് പോകുന്നുണ്ട്. ഇപ്പോൾ മാസത്തിലൊരു ദിവസം ഒരു പരിപാടി ഗൾഫിലേക്ക്. പിന്നെ ഇന്ത്യയിൽ മലയാളികളുള്ള സ്ഥലങ്ങളിൽ മുംബൈയിൽ ഇന്ന് അഹമ്മദാബാദിലേക്ക് പോവാണ് രാത്രി. പിന്നെ അടുത്ത ആഴ്ച മസ്കറ്റിൽ പോവാണ്. പിന്നെ അടുത്ത ആഴ്ച ഷാർജയിൽ പോവാണ്. അങ്ങനെ പോകുന്നുണ്ട്. ഇവിടെയൊക്കെ പോകുമ്പോൾ ഒരു വിഷയം ഇങ്ങനെ മാറി എടുക്കണമല്ലോ. അപ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ സദസ്സ് പലതാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം എൻ്റെ പ്രസംഗം വരുന്നതിൻ്റെ എൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി, ആ സദസ്സിൽ പലരും ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ടുണ്ടാകും.
ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം ഏതാണ്ട് 867 പ്രസംഗം നടത്തി. 2024 867 ക്ലാസ്സും പ്രസംഗവും നടത്തി. ഈ 867 പ്രസംഗത്തിന് 867 വിഷയം ഉണ്ടാക്കാൻ പറ്റുമോ എനിക്ക്? ഇല്ല. അപ്പോൾ സമാനമായ വിഷയങ്ങൾ ദിവസമേ ഉള്ളൂ ഒരു വർഷം. അത് ഒരു ദിവസം 3-4 പ്രസംഗം നടത്തുന്നുണ്ട്. സമാനമായ വിഷയങ്ങൾ പലയിടത്തും പറയേണ്ടി വരും. അപ്പോൾ പറയുമ്പോൾ കുറച്ചാളുകൾ അതിൽ പറഞ്ഞതാണ് എന്ന് പറയും എന്ന് കരുതി കേൾക്കാത്ത കുറേ ആളുണ്ടാവും. അവരെ നമുക്ക് തമസ്കരിക്കാൻ പറ്റുമോ? കേട്ട ആളുണ്ടെന്ന് കരുതിയിട്ട് ഇപ്പോൾ യേശുദാസ് ഗാനമേള വെക്കുമ്പോൾ ഇതുവരെ പാടാത്ത പാട്ട് പാടാൻ പറ്റുമോ? അതുപോലെ ചില വിഷയങ്ങൾ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ്. താങ്കളുടെ ഒരു സഹപ്രവർത്തകക്ക് രാജിവെച്ച് പോകേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായപ്പോൾ അത് ഏത് രീതിയിലാണ് കണ്ടത്? ഒരു ADMന്റെ ആത്മഹത്യ, താങ്കളുടെ പ്രസിഡന്റ് അതിൽ യാത്രയയപ്പ് ചടങ്ങിൽ പോയി ചില കാര്യങ്ങൾ പറയുന്നു, അതേ തുടർന്ന് ഒരു ADM ആത്മഹത്യ ചെയ്യുന്നു. അതൊക്കെ ഏത് രീതിയിലാണ് താങ്കൾ കാണുന്നത്? ADM നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ രാജിവെക്കേണ്ടുന്ന സംഭവത്തിൻ്റെ മറ്റൊരു ആംഗിളിലാണ് ഞാൻ കാണുന്നത്. ADMന്റെ ആത്മഹത്യയേക്കാൾ വലിയൊരു ദുരന്തമുണ്ടായത് കേരളത്തിന് ഭാവി വാഗ്ദാനമായിരുന്ന നല്ലൊരു രാഷ്ട്രീയ നേതാവിൻ്റെ നഷ്ടമാണത്. PP ദിവ്യ 9 വർഷമായി ഞാൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിൽ വൈസ് പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഞാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ 4 വർഷമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് അവരുടെ പ്രസിഡൻറ്റിൻ്റെ കൂടെയുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം ആ വ്യക്തിത്വം നന്നായി പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന പക്വതയുള്ളൊരു സ്ത്രീയാണ്. സ്ത്രീകളുടെ ഇടയിൽ ജെന്യുവിനായ രാഷ്ട്രീയ പ്രവർത്തനം, സ്ത്രീകളുടേതായ യാതൊരു വിധത്തിലുള്ള പരിമിതികളുമില്ലാതെ നല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിത്വമാണ്. ഭാവിയിലൊരു നല്ല പ്രതീക്ഷയായിരുന്നു. ആ നഷ്ടമാണ് നവീൻ ബാബുവിൻ്റെ നഷ്ടത്തേക്കാൾ കണ്ണൂർ ജില്ലയ്ക്കും കേരളത്തിലുണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ സംഭവത്തിൻ്റെ യഥാർത്ഥ വസ്തുത വേണ്ടത്ര ആളുകൾ തിരിച്ചറിഞ്ഞിട്ടില്ല. എന്തെന്ന് പറഞ്ഞാൽ, ഈ പ്രശാന്തൻ എന്ന് പറയുന്ന പെട്രോൾ പമ്പിന് അപേക്ഷ കൊടുത്തവൻ നിരന്തരം വന്ന് ദിവ്യയോട് നിങ്ങളൊന്ന് വിളിച്ചു പറയൂ എന്ന് പറയുന്നത് ഞാൻ കാണുന്നതാണ്. വിളിച്ചു പറഞ്ഞിട്ട് അത് നടക്കില്ലെന്ന് പറഞ്ഞിട്ട് ദിവ്യ പലതവണ പ്രശാന്തനെ ഒഴിവാക്കിയതാണ്. എന്നെക്കൊണ്ട് ഇനി ഇതാവില്ല, അയാൾ ആവില്ല എന്ന് പറഞ്ഞ കാര്യം ഞാൻ എങ്ങനെ പറയാനാ എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ട് ഒരു ദിവസം പ്രശാന്തം വരികയാണ്. നിങ്ങൾ പറഞ്ഞിട്ട് നടക്കാത്ത കാര്യം ഞാൻ പണം കൊടുത്ത് നേടി എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ അവരുടെ ഇച്ഛാഭംഗം അവരുടെ പേഴ്സണാലിറ്റിക്കല്ല കേടുപറ്റിയത്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഒരു പാർട്ടി ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞ് നടക്കാത്ത കാര്യം പൈസ കൊടുത്ത് നേടി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ഒരു രാഷ്ട്രീയ നേതാവിന്, ഒരു ഭരണകക്ഷിയുടെ നേതാവിന്, ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്കുണ്ടാകുന്ന ഒരു ഇച്ഛാഭംഗം ചെറുതല്ല. അപ്പം തന്നെ നവീൻ ബാബുവിനെ വിളിച്ചിട്ട് അവർ ശകാരിക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അവർ സ്ഥലം മാറിപ്പോയി എന്ന് പറഞ്ഞു. ആവശ്യത്തിൽ അവിടെ തീർന്ന അപ്പോഴാണ് കലക്ടർ പറയുന്നത് അയാളുടെ യാത്രയപ്പുണ്ടെന്ന് മറ്റൊരു ദിവസം. എന്നാൽ പിന്നെ അതവിടെ പോയി പറയാം, കണക്ക് തീർക്കാം എന്ന് വിചാരിച്ച് പോയി പറഞ്ഞു. അതൊരു അഴിമതിയോട് എതിർക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു ആർജവമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ പറഞ്ഞതിൻ്റെ പേരിൽ മറ്റേ ആൾ മരിച്ചുപോയി, ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യ ചെയ്തത് ഇവർ പറഞ്ഞതുകൊണ്ട് മാത്രമാണെന്ന് ഉറപ്പുണ്ടോ? മറ്റു പലരും അവർ ഫോൺ വിളിച്ചിരുന്നില്ല, അതാരും എന്താ അന്വേഷിക്കാത്തത്? ഈ ദിവ്യ പ്രസംഗിച്ചതിന് ശേഷം കലക്ട്രേറ്റിൽ നവീൻ ബാബു പോയപ്പോൾ കലക്ടർ ശകാരിച്ചിരുന്നോ? അത് അന്വേഷിക്കണ്ടേ? കലക്ടർ ശകാരിച്ചിരുന്നോ? പിന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ വിളിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്കൊക്കെ അപമാനം ഉണ്ടാക്കി എന്ന് പറഞ്ഞിരുന്നു? അതൊക്കെ അന്വേഷിക്കണം. അപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്തിട്ടില്ലെങ്കിൽ ദിവ്യ ഹീറോ ആണ്. അപ്പോൾ അവർ ആത്മഹത്യ ചെയ്തുകൊണ്ട് മാത്രം, ഇപ്പോൾ വയനാട്ടിൽ ഒരു പണത്തിൻ്റെ പേരിൽ IC ബാലകൃഷ്ണൻ്റെ പ്രേരണയിൽ ഒരാൾ ആത്മഹത്യ ചെയ്തില്ല. എന്നിട്ട് IC ബാലകൃഷ്ണൻ രാജിവെച്ചോ? രാജിവെച്ചിട്ടില്ലല്ലോ. ആത്മഹത്യ ചെയ്ത ഉടൻ തന്നെ അത് പറഞ്ഞ ആൾ കുറ്റവാളിയാവുന്നില്ല. ആ പറഞ്ഞത് അല്പം കൂടിപ്പോയി, അവിടെ പറയണമായിരുന്നോ എന്നുള്ളതല്ല വിഷയം വേറെ. പക്ഷെ അതിൻ്റെ പേരിൽ അതൊരു ഭീകരമായ വിഷയമാക്കി കൊണ്ടുവന്നത് ഒരു സ്ത്രീക്ക് എതിരെ നടത്തിയ കടന്നാക്രമണം കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ അങ്ങനെ വലിയ ആളാവണ്ട എന്ന കേരളത്തിലെ പൊതുസമൂഹത്തിനൊരു ഒരു പുരുഷ മേധാവിത്വത്തിൽ അധിഷ്ഠിതമായൊരു ചിന്തയുണ്ട്. ഈ ചിന്ത ഇതിൻ്റെ പുറകിൽ വർക്കൗട്ടായിട്ടുണ്ട്. അതെല്ലാ പാർട്ടിക്കാരിലും ഉണ്ട്.
സ്ത്രീകൾ അങ്ങനെ നിഗളിക്കണ്ട. ഒരു പുരുഷനായിരുന്നു അത് പ്രസംഗിച്ചിരുന്നെങ്കിൽ ഇത്രയും ഉണ്ടാവില്ല. അതുകൊണ്ട് ദിവ്യയുടെ വിഷയം യഥാർത്ഥ വസ്തുനിഷ്ഠമായിട്ടല്ല മാധ്യമങ്ങളും മറ്റു രാഷ്ട്രീയക്കാരും എല്ലാം ഈ മാധ്യമ വിചാരണ നടന്നത് അതിൽ പെട്ടുപോയോ? CPM അതിൽ പെട്ടുപോയോ ശരിക്കും? അത് പിന്നെ CPM അതിൽപ്പെട്ടത് പത്തനംതിട്ടയുള്ള പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ നിലപാട് കൊണ്ട് ഇവർക്ക് വേർന്നു. ആദ്യം യഥാർത്ഥത്തിൽ ഇവിടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി കുറച്ചുകൂടി സ്റ്റേണായ നിലപാടെടുത്തിരുന്നു. പക്ഷേ അവിടെയും നോക്കണമല്ലോ, അവിടെയും പാർട്ടിയെ സംരക്ഷിക്കേണ്ടത് കൊണ്ടാണ് അവരതിലങ്ങനെ പെട്ടുപോയത്. യഥാർത്ഥ വസ്തുത അവർ ചെയ്തൊരു മഹാപാതകമൊന്നുമല്ല. പറഞ്ഞ് ശരിയാണെന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, അവിടെ പോയി പരസ്യമായി ആക്ഷേപിക്കേണ്ടിയിരുന്നില്ല, ഒക്കെ ശരി. ഈ ദിവ്യയുടെ ബിനാമിയാണ് പ്രശാന്തൻ, അതൊക്കെ വെറുതെ തട്ടിപ്പാണ്. അതൊന്നും ഞാൻ ദിവ്യയുടെ ഞാൻ വേറെ രീതിയിൽ അന്വേഷിച്ചു. ഞാൻ പ്രശാന്തൻ്റെ കുടുംബ സാഹചര്യവും ബന്ധുക്കളൊക്കെ അന്വേഷിച്ചു. പ്രശാന്തൻ വേറെ ഏതോ ആളുടെ ബിനാമിയാണ്. പ്രശാന്തൻ വേറെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ ബിനാമിയാണ്. പ്രശാന്തനൊന്നും അല്ല യഥാർത്ഥത്തിൽ. ഭാര്യ സഹോദരൻ ആരുണ്ട്. അല്ലാതെ ദിവ്യയുടെ ബിനാമിയൊന്നുമല്ല. ദിവ്യയെ എനിക്ക് നന്നായിട്ട് അറിയാം. ദിവ്യക്ക് അങ്ങനെ സ്വത്തുണ്ട് ഇങ്ങനെ സ്വത്തുണ്ട് എന്നൊക്കെ പറയുന്നത് അതൊക്കെ വെറുതെ പറഞ്ഞ് പരത്തുന്നത്. അതിനൊന്നും വലിയ യാഥാർത്ഥ്യമൊന്നും ഇല്ല എന്നതാണ് വസ്തുത. ശരിക്കും ആ വിവാദം ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു നഷ്ടമാണ്. നവീൻ ബാബുവിനേക്കാൾ വലിയ നഷ്ടം ദിവ്യ എന്ന രാഷ്ട്രീയ നേതാവിനെ കേരളത്തിന് നഷ്ടപ്പെട്ടത് വലിയ നഷ്ടം തന്നെയാണ്. ശരിക്കും ഒരു യൂട്യൂബ് ചാനലിനെ കുറിച്ചുള്ള ഒരു ആലോചന VK സുരേഷ് ബാബുവിന് നടത്താൻ യൂട്യൂബിൽ എനിക്കുണ്ട്, ചാനലുണ്ട്. എൻ്റെ മകൻ പിന്നെ 10ാം ക്ലാസ്സിൽ +1 പഠിക്കുമ്പോഴായിരുന്നു അവനാണ് ആ പ്രസംഗം എല്ലാം പോസ്റ്റ് ചെയ്യാറ്. പിന്നെ അവന് +2 ആയപ്പോൾ അവന് പഠനത്തിലേക്ക് കേന്ദ്രീകരിക്കൊണ്ട് ഞാൻ പറഞ്ഞു ഇനി അത് വിട്ടേക്കുന്നു. പിന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാറില്ല. പിന്നെ എനിക്കാണെങ്കിൽ ഇത് നോക്കി അതിൻ്റെ പുറകെ നടക്കാൻ നേരമില്ല. ഒന്നാമത് ഒരുപാട് യാത്ര ചെയ്യുന്നു, രണ്ടാമത്തത് ഔദ്യോഗികമായ ഒരുപാട് ചുമതലകളുണ്ട്, മൂന്നാമത്തത് ഇതിൻ്റെ പുറകെ പോയാൽ വായന പോകും. ഇന്ധനം ഇല്ലെങ്കിൽ പ്രസംഗിക്കാൻ പറ്റുമോ? വായിക്കണം. 100 പുസ്തകം വായിച്ചാലേ ഒരു പ്രസംഗം നടത്താൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് വായന നഷ്ടപ്പെട്ടു പോയി ഈ സോഷ്യൽ മീഡിയയിലേക്ക്. ഇപ്പം ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തിട്ടാണ് പോകുക എല്ലായിടെയും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുക്കു FM പോലുള്ള FMകളിൽ വായിച്ച് കേൾപ്പിക്കുന്ന ഒരു സംവിധാനമുണ്ട്. പക്ഷേ ഗൗരവതരമായതൊന്നും വരുന്നില്ല അത് പുസ്തകം തന്നെ വായിച്ചു. അപ്പോൾ നല്ല പുതിയ ഒരുപാട് എനിക്ക് സങ്കടം എന്താണെന്ന് പറഞ്ഞാൽ വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കും പോലെ എനിക്ക് ഭക്ഷണം കണ്ട ആർത്തി ഉണ്ടാവില്ല, പക്ഷേ പുസ്തകം കണ്ട ആർത്തിയാണ് എനിക്ക്. ഒരു പുസ്തകത്തെ കണ്ടാൽ അതെങ്ങനെയെങ്കിലും അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ കാശ് ചിലവാക്കുന്ന പുസ്തകം വാങ്ങാനാണ്. എൻ്റെ വീട്ടിൽ തന്നെ ഒരു 4000 പുസ്തകമുണ്ട്. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ പുസ്തകം. അത് ഞാൻ കണക്കൊന്നും വെച്ചിട്ടില്ല. എന്തായാലും ഒരു 2-3000 പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ടാവും. 3000 പുസ്തകങ്ങളെങ്കിലും വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ പക്ഷേ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രസാധകരാവണമല്ലേ, എല്ലാവരും പുസ്തകം സ്വയം അച്ചടിക്കുക. അപ്പോൾ അവരെല്ലാം പുസ്തകമായിട്ട് വീട്ടിൽ വരും, ഇതൊന്ന് വായിച്ചിട്ട് അഭിപ്രായം പറയണമെന്ന് പറയും. പക്ഷേ ഇങ്ങനെ ഇത് മുഴുവൻ വായിക്കാൻ നിന്നാൽ പലതും ഒന്നും ഇല്ലാത്തതാണ്, കാമ്പ്. ചിലത് നല്ലതുണ്ടേ, പക്ഷെ പലതും പുസ്തകങ്ങൾ കാമ്പില്ലാത്തതാണ്. ഈ കാമ്പില്ലാത്തത് വായിച്ച് നമ്മുടെ സമയം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. നല്ലത് വായിക്കാൻ സമയം കിട്ടുന്നില്ല. ഈ വ്യക്തിബന്ധങ്ങളും സൗഹൃദ ബന്ധങ്ങളും വെച്ചിട്ട് പുസ്തകം വായിച്ചിട്ട് അപ്പോൾ അതിപ്പോൾ ഒഴിവാക്കേണ്ടി വരുമെന്നാണ് ഞാൻ തോന്നുന്നത്. കാരണം എല്ലാവരും പ്രസാധകരായിട്ട് എഴുതാൻ തുടങ്ങിയല്ലോ. അതുകൊണ്ട് ചവറുകളാണ് കൂടുതൽ ഇപ്പോൾ ഇറങ്ങുന്നത്. നല്ലത് വായിക്കാൻ സമയം കിട്ടുന്നാത്തൊരവസ്ഥയുണ്ട്. ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഇപ്പോൾ CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമാണ്. CPIയുമായുള്ള ഒരു ബന്ധം തുടങ്ങുന്നത് എങ്ങനെയാണ്? CPI ബന്ധം തുടങ്ങുന്നത് എൻ്റെ അച്ഛൻ CPIയുടെ പ്രവർത്തകനായിരുന്നു. അച്ഛൻ അതിൻ്റെ ഭാഗമായി വന്നതാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാനൊരു ചാട്ടം ചാടി. അത് ഞാൻ അറിയാതെ ചാടിയതാണ്. ഞാനൊരു നല്ല ഭക്തനായിരുന്നു. സ്ഥിരമായി അമ്പലത്തിൽ പോയി ശബരിമല സ്വാമിമാരുടെ കൂടെ ഭജനത്തിനൊക്കെ പോയി നന്നായി പാട്ടെല്ലാം പാടുന്ന ഒരാളായിരുന്നു. അത് എന്നെ ഉപയോഗപ്പെടുത്തിയത് ബാലഗോകുലമാണ്. RSSൻ്റെ കുട്ടികളുടെ സംഘടന ബാലഗോകുലത്തിൻ്റെ മത്സരത്ത് പങ്കെടുത്തിട്ട് എനിക്ക് അവിടെ നിന്ന് സമ്മാനം കിട്ടി. ഈ മേലെ ചൊവ്വ ഹൈസ്കൂളിൽ അതിൻ്റെ സംസ്ഥാന കലോത്സവം നടന്നു. ആ സംസ്ഥാന കലോത്സവത്തിൽ ഞാൻ പങ്കെടുത്തു, അതിൽ സമ്മാനം കിട്ടി. അപ്പോൾ അവരിങ്ങനെ കൂട്ടിക്കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പോൾ കൂട്ടിക്കൊണ്ടുപോകുന്ന ഇടയിലാണ് പോകുന്നതിൻ്റെ RSSൻ്റെ ശാഖയാണ്. അവിടെയാണ് മറ്റേ കവാത്തൊക്കെ പറഞ്ഞു തന്നു. അതൊക്കെ പറഞ്ഞു തന്നപ്പോൾ ഞാൻ മെല്ലെ അങ്ങോട്ടേക്ക് പോകുമെന്ന് വന്നപ്പോൾ
എൻ്റെ അച്ഛൻ്റെ സുഹൃത്തും CPIയുടെ നേതാവും സേലം ജയിലിൽ വെടിവെപ്പിലൊക്കെ പെട്ട് വെടി കൊള്ളാതെ രക്ഷപ്പെട്ട ഒരാളുണ്ട്, കൃഷ്ണമാരാർ. അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഒരു ദിവസം വെളിയമ്പ്ര പഴശ്ശി ഡാം കാണാൻ വേണ്ടി എന്നെ കൂടെ കൊണ്ടുപോയി. അവിടെ ഒരു ഹാളിൽ കൊണ്ട് ഇരുത്തിയിട്ട് ഞാൻ വരാം, ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. അത് AISFൻ്റെ ജില്ലാ ക്യാമ്പായിരുന്നു. ആ ക്യാമ്പിൽ ആണ് കൊണ്ടേ ഇരുത്തിയത്. 2 ദിവസം അദ്ദേഹം വന്നില്ല. പിറ്റേന്ന് വൈകുന്നേരം എന്നെ കൊണ്ടുപോകാൻ വന്നു. 2 ദിവസം അവിടെ ഇരുന്നു. അവിടുത്തെ ചർച്ചകളും പാട്ടും രസമൊക്കെ കണ്ടപ്പോൾ അന്ന് AISFൻ്റെ ജില്ലാ സെക്രട്ടറി CP മുരളിയാണ്. അദ്ദേഹം 2 രൂപ എനിക്ക് എടുത്ത് തന്നിട്ട് ഒരു ബാഡ്ജ് വാങ്ങാൻ പറഞ്ഞു. അങ്ങനെ ബാഡ്ജ് വാങ്ങി. അങ്ങനെ ഞാൻ AISFകാരനായി. നിർമ്മലഗിരി കോളേജിൽ AISFൻ്റെ ഭാഗമായി. അന്ന് പോളിടെക്നിക്കിനെതിരായിട്ട് ഒരു സംയുക്ത സമരം ഉണ്ടായിരുന്നു. ആ സമരത്തിൽ SFIയും AISFും എല്ലാം കൂടി സമരത്തിൽ കൂത്തുപറമ്പിൽ വഴിതടയൽ സമരം. അപ്പോൾ ലാത്തി ചാർജ്, അടി, ബഹളം. അലക്സാണ്ടർ ജേക്കബിൻ്റെ നേതൃത്വത്തിലുള്ള വലിയ ലാത്തി ചാർജ് നടന്നു. അടി കൊണ്ട് റോഡിൽ നിന്ന് നന്നായിട്ട് അടി കൊണ്ടു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ 15 ദിവസം കിടന്നു. ഇപ്പോൾ ഫസ്റ്റ് PDCക്ക് പഠിക്കുമ്പോൾ അന്ന് P ജയരാജൻ, M സുരേന്ദ്രൻ ഇതെല്ലാം ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവർ പാർട്ടി നേതാക്കന്മാരെന്ന രീതിയിൽ അങ്ങനെ ജയിലിൽ കിടന്നു. പിന്നീട് അങ്ങനെ രാഷ്ട്രീയ രംഗത്തേക്ക്. പക്ഷേ ആ AISF ക്യാമ്പിൽ എത്തിയിരുന്നില്ലെങ്കിൽ ഇന്ന് മറ്റൊരു രൂപത്തിലാവുമായിരുന്നു. അതൊന്നും പറയാൻ പറ്റില്ല. കാരണം എൻ്റെ ചിന്തകൾ ഒരു പ്രധാന ഈ ആ ശാഖയിൽ പോയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. അവരൊക്കെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ല, അന്ന് വേറെ മോശമൊന്നും പഠിപ്പിച്ചില്ല. എനിക്ക് ഭജന ചൊല്ലാനും പ്രാർത്ഥന ചൊല്ലാനും മാർച്ച് നടത്താനൊക്കെ പഠിപ്പിച്ചിട്ടുള്ളൂ. വേറെ ഒരു ആശയപരമായ ക്ലാസ്സൊന്നും അതിൽ ഞാൻ അധികമൊന്നും പോയിട്ടില്ല. കുറച്ചേ പോയിട്ടുള്ളൂ. അപ്പോഴേക്ക് തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു പോന്നിരുന്നു. അതുകൊണ്ട് അത്ര വലിയ ഒരു മോശമായ രീതിയിലുള്ള ഒരു അനുഭവം എനിക്ക്. ഈ ബാലഗോകുലം പോലുള്ള ഈ ശ്രീകൃഷ്ണ ജയന്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിനെ ഈ ഇടതുപക്ഷം വിമർശിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ലൈനിലേക്ക് കുട്ടികളും മറ്റും പോകുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അപ്പോൾ അതെ, അതിനെ വിമർശിക്കുന്നത് അത് ഈ ഭക്തി ഉപയോഗിച്ചുകൊണ്ട് നന്മ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിലൊന്നും എതിർപ്പ് പറയട്ടെ. ഇപ്പോൾ അമ്പലത്തിൻ്റെ ഘോഷയാത്രയിലൊന്നും പോകണ്ടെന്ന് ആരും പറയുന്നില്ലല്ലോ. പള്ളിയുടെ ഘോഷയാത്രയിൽ പോകണ്ടെന്ന് പറയുന്നില്ല. ഇപ്പം BJPക്കാർ പലരും പറയുന്നത്, ഒരു ശശികല ടീച്ചറുടെ ഒരു പ്രസംഗം ഞാൻ കേട്ടു. എന്ന് പറഞ്ഞാൽ പിന്നെ ബാലഗോകുലത്തിൻ്റെ ഘോഷയാത്രയ്ക്ക് പോയിക്കോട്ടെ എന്ന് മകൻ ബ്രാഞ്ച് സെക്രട്ടറിയോട് ചോദിച്ചു. അപ്പോൾ ബ്രാഞ്ച് സെക്രട്ടറി പറഞ്ഞു, പോയെങ്കിൽ എന്നിട്ട് അടിച്ച് കാലുമുട്ട് മുറിച്ച് കളിയൊന്നു. അവൻ ഘോഷയാത്രയ്ക്ക് പോകാൻ പറ്റാതെ സങ്കടത്തോടെ ഇരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ ഓടി വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ലോക്കൽ സെക്രട്ടറീൻ്റെ മകൻ നബിദിന ഘോഷയാത്രയ്ക്ക് പോകുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്ക് ശ്രീകൃഷ്ണ ജയന്തിക്ക് പോകാൻ പാടില്ല, അതെന്ത് ന്യായമാണെന്ന് ചോദിക്കുമ്പോൾ ഈ ബ്രാഞ്ച് സെക്രട്ടറിക്ക് മറുപടി പറയാൻ പറ്റാതെ സ്തംഭിച്ചു നിന്നുപോയി എന്ന് ടീച്ചറെ പ്രസംഗം ഞാൻ കേൾക്കുമ്പോൾ വല്ലാതെ വികാരം കൊള്ളും. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം എന്താ? ബാലഗോകുലം നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടാണ് ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര. നബിദിനം നടത്തുന്ന SDPIയുടെ പരിപാടിയുടെ ഭാഗമായിട്ടാണ് നബിദിന ഘോഷയാത്രക്ക് ലോക്കൽ സെക്രട്ടറിൻ്റെ മോൻ പോയെങ്കിൽ പിറ്റേന്ന് പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടാവും. അത് പള്ളിയുടെ ഭാഗമല്ലേ? അതുപോലെ അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുള്ള കളവറക്കൽ ഘോഷയാത്രയോ എന്തും പോകുന്നതിന് ഒരു തടസ്സം ആരുമില്ല. പക്ഷെ അത് രാഷ്ട്രീയമായി ദൈവത്തെ ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ടാണ് എതിർക്കുന്നത്. ഇപ്പോൾ ശ്രീകൃഷ്ണനെയും രാമനെയും ഏറ്റവും നന്നായി വിപണനം ചെയ്യലാണല്ലോ ഇന്ത്യയിൽ. അതിൽ അവർ വിജയിച്ചല്ലോ. ദൈവത്തെ വിപണനം ചെയ്യുന്നത് ദൈവവിരുദ്ധമല്ലേ യഥാർത്ഥത്തിൽ? ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ ശ്രീകൃഷ്ണ ജയന്തിക്കൊക്കെ CPMഉം സമാനമായ രീതിയിലുള്ള ശോഭയാത്രകളൊക്കെ നടത്തുന്ന രീതിയിൽ സാംസ്കാരിക ഘോഷയാത്ര എന്നുള്ള രീതിയിലേക്ക് അവർ സാംസ്കാരിക ഘോഷയാത്ര നല്ലതാണ്. പക്ഷേ ഈ ഗണേശോത്സവം പോലുള്ള പരിപാടികൾ CPMഉം ഇടതുപക്ഷ പാർട്ടികൾ നടത്തുന്നത് വിഡ്ഢിത്തമാണ്. ആളുകൾ വിശ്വസിക്കില്ല. പിന്നെ എന്താന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമായിട്ട് പോകുന്നൊന്നും പൊളിറ്റിക്സ് അല്ല. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, DJ ആണ് എല്ലാവരും. DJ പാർട്ടിയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പാർട്ടി DJ വെക്കുക, അത് അരാഷ്ട്രീയമാണ്. പാട്ടുമാകാം, ഡാൻസും ഇടതുപക്ഷം വെക്കുന്നുണ്ട്. ആ DJ പോയി തുള്ളിയവനൊന്നും തന്നെ വോട്ട് ചെയ്യണമെന്നില്ല. അവനത് ഉപയോഗപ്പെടുത്തും, അവനിഷ്ടമുള്ളതൊക്കെ വോട്ട് ചെയ്യും. DJ ഒക്കെ നല്ലതാണ്, എല്ലാവരുടെയും കൂട്ടത്തിൻ്റെ ഭാഗമായി ഡാൻസ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ അതിൽ പാടുന്ന പാട്ടുകളുടെ അർത്ഥം ദുരർത്ഥമാണ്. ഇപ്പോൾ കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്
എന്ന് പാടുമ്പോൾ ഇത് പാടിക്കൊണ്ടിരിക്കുന്ന കുട്ടിയുടെ മനസ്സിൽ ഒരു ഒരു ഭീകരമായ മൃഗീയമായ ഒരു ക്രൂര മൃഗത്തിൻ്റെ വാസനയല്ലേ ഉണരുന്നത്. ഇപ്പോൾ പേനാ കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ചവനെ നിന്നെ പടച്ചവന് 10-ൽ 10 മാർക്ക് എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ ഇപ്പോൾ അടുത്തറിയും. ഈ പാട്ടിൻ്റെ ചലനം നിങ്ങൾ ശ്രദ്ധിച്ചോ? കേരളത്തിൽ എത്ര സ്കൂളിൽ കത്തിക്കുത്തുണ്ടായി? ഇപ്പോൾ ആ പാട്ടിൻ്റെ സ്വാധീനമുണ്ട്. ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറയുന്ന സിനിമയിലൊരു പാട്ടിറങ്ങിയിരുന്നു, മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന എന്ന് പറഞ്ഞാൽ വിവാഹം എന്ന പരിപാടി വേണ്ട, ലിവിങ് ടുഗദറിൻ്റെ പ്രൊമോഷനാണ്. ഇതിൻ്റെ അർത്ഥം പറഞ്ഞ് തന്ന ആള് എപ്പോഴെങ്കിലും പൈസ അങ്ങോട്ടേക്ക് ഇല്ല, ഇതുവരെ കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഞാനിങ്ങനെ പൈസ അത് ആളുകൾക്ക് സ്വയം ചോദ്യങ്ങൾ ഉണ്ടാകണം, എന്നാലേ ഉത്തരം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ പലപ്പോഴും മലയാളം കലണ്ടറിൻ്റെ പേരറിയുന്നവരുണ്ടോ സമ്മാനം തരാമെന്ന് പറയും. കലണ്ടർ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന, നമുക്ക് സ്വന്തമായ ഒരു കലണ്ടറുണ്ട്, ആ കലണ്ടറിൻ്റെ പേരറിയുന്നവരുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയാണ് പറഞ്ഞത്, പഞ്ചാംഗം എന്നാണ് മലയാള കലണ്ടറിൻ്റെ പേര്. ആ കുട്ടിക്ക് ഞാൻ അപ്പം തന്നെ 500 ഉറുപ്പ്യ കൊടുത്തു, സ്റ്റേജിൽ വിളിച്ച് 500 ഉറുപ്പ്യ കൊടുത്തു. ആ ചോദ്യം ഉണ്ടാകുന്നത് ഇതൊക്കെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഇപ്പോൾ ആളുകൾ നമ്മൾ അറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൻ്റെ അടിത്തറ എന്താണെന്നറിയില്ല. എങ്ങനെയാണ് ഒരു ദിവസത്തിൽ 24 മണിക്കൂർ വന്നത്, എങ്ങനെയാണ് അത് മുറിച്ചത്, ഒരധ്യാപനം പഠിപ്പിക്കുന്നില്ല. ഞാൻ ഇക്കൊല്ലം 1500 അധ്യാപകരുടെ ഒരു വലിയ സമ്മേളനത്തിൽ ക്ലാസ് എടുത്തു. ഈ കഴിഞ്ഞ മാസം ഞാൻ അവിടെ പോയി ചോദിച്ചു, ഭാരതത്തിൻ്റെ ദേശീയ ചിഹ്നം അശോക ചക്രമാണ്, അശോക സ്തംഭമാണ്. എന്താണ് ഈ അശോക സ്തംഭം? നിങ്ങൾ ഏതെങ്കിലും കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? പോട്ടെ, നിങ്ങൾ പഠിക്കുന്ന കാലത്ത് ഏതെങ്കിലും അധ്യാപകർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അശോകൻ എന്താണ് ഈ 4 മുഖങ്ങളുള്ള സിംഹങ്ങളിലൂടെ ഉദ്ദേശിച്ചതെന്ന് ഒരാളും അന്വേഷിക്കുന്നില്ല, പറയുന്നില്ല, അറിയില്ല. ചോദ്യം വേണ്ട. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരുപാട് പോരായ്മ, ഉത്തരങ്ങളെ ഫോക്കസ് ചെയ്യുക, ചോദ്യങ്ങൾ ഉണ്ടാവുന്നില്ല. ഈ ചോദ്യങ്ങൾ വളരാത്തതായി ഇന്ത്യക്ക് പുറകോട്ട് പോകാൻ കാരണം. എന്തുകൊണ്ടാണെന്ന് കുട്ടികൾ ചിന്തിക്കണ്ടേ, ചോദ്യങ്ങളുണ്ടാവണ്ടേ, അതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം അന്തരാർത്ഥം പറഞ്ഞു കൊടുക്കണം. പാട്ടുകളുടെ അർത്ഥം അറിയണ്ടേ, എന്തിനാണ് ഇത് പാടുന്നതെന്ന് അറിയണ്ടേ, ജപിക്കുന്ന മന്ത്രത്തിൻ്റെ അർത്ഥം അറിയണ്ടേ, അറിയില്ല. എല്ലാം ഉപരിപ്ലവമാണ്. അപ്പോൾ കുറച്ചെങ്കിലും നമുക്കറിയുന്നത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. എനിക്കിതെല്ലാം അറിയാം എന്ന് പറഞ്ഞു കൊടുക്കാനല്ല പ്രസംഗം, ഇതറിയേണ്ട ആവശ്യകതയെന്ന് ബോധ്യപ്പെടുത്താനാണ് പ്രസംഗം. ഈ പ്രസംഗം ഒക്കെ കഴിഞ്ഞ്, പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ആളുകളുടെയൊക്കെ ഒരു സ്നേഹപ്രകടനം, അതാണ് അതൊരു ആവേശമാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ സെൽഫി എടുക്കലാണ് ഇഷ്ടം പോലെ, എല്ലാവരും ഭയങ്കരമായിട്ട് വന്ന് ഉറുമ്പ് പൊതിയും പോലെ പൊതിയുന്നുണ്ട്. അതൊരു സന്തോഷമാണ്. ഒരുപാട് ആൾ വരുന്നു, സെൽഫി എടുക്കുന്നു, പിന്നെ അഭിപ്രായങ്ങൾ വരുന്നു, കൈ തരുന്നു. അപ്പോൾ അത് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സ്വാർത്ഥമായ ഒരു സംതൃപ്തിയാണ്, അതൊരു രസമാണ്. സോഷ്യൽ മീഡിയയിലായാലും പ്രസംഗം ഇങ്ങനെ വൈറലായി മാറുകയാണ്. മിനിമം ഒരു 3 ലക്ഷം ആളെങ്കിലും കാണാത്ത വീഡിയോസ് വളരെ അപൂർവമാണ്. അപ്പോൾ സംസ്ഥാനത്ത് എവിടെ പോയാലും ആളുകൾ തിരിച്ചറിയുന്നുമുണ്ട്. ഉണ്ട്. ഞാൻ ട്രെയിനിലും പിന്നെ വിമാനത്തിലൊക്കെ പോകുമ്പോൾ ഏത് സ്ഥലത്തുനിന്നും കുറച്ച് ആളുകൾ എന്നെ മനസ്സിലാവും. അത് വളരെ രസകരമായ അനുഭവങ്ങളുണ്ടായി. കഴിഞ്ഞ ദിവസം ഞാൻ വന്ദേ ഭാരത് പോകുമ്പോൾ കട്ടി മോതിരമിട്ടൊരു കൈകൾ വന്നിട്ട് എൻ്റെ ചുമലിൽ കൈവച്ചു. എങ്ങോട്ടാ മാഷേന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് ആളെ മനസ്സിലായില്ല. എനിക്ക് ആരായിരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ മുഖത്തൊന്ന് സൂക്ഷിച്ചു നോക്കും, ഷാജി കൈലാസായിരുന്നു. ഞാൻ എപ്പോഴും നിങ്ങളുടെ പ്രസംഗം കേൾക്കാറുണ്ട്. അതുപോലുള്ള ഒരുപാട് വലിയ പ്രഗത്ഭരായിരിക്കുന്ന കുറേ ബിഷപ്പുമാർ എന്നെ വിളിക്കാറുണ്ട്. ബിഷപ്പുമാർ വളരെ സന്തോഷത്തോടു കൂടി, അതുപോലെ പുരോഹിതന്മാരുടെ ഈ തന്ത്രിമാരുടെ ഒരു ഗ്രൂപ്പുണ്ട്, അതിലൊക്കെ എൻ്റെ പ്രസംഗം കേൾക്കുന്നതായിട്ട് അവരിങ്ങനെ വിളിക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിലൊരു രസമാണ്. വലിയ അവരെ വിമർശിച്ചു കൊണ്ടടക്കം ഞാൻ പ്രസംഗിക്കാറുണ്ട്, എങ്കിലും അവരൊക്കെ അത് കേൾക്കാറുണ്ട്, നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമായി നിന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത്രയും വലിയ രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമായിരുന്നുവെങ്കിൽ ഞങ്ങൾ MLA, അവർക്ക് ഒരു മന്ത്രിയൊന്നും ആവാതെ ഒന്നും ആരും മൈൻഡ് ചെയ്യില്ലല്ലോ. ജനങ്ങൾക്ക് എന്താന്ന് പറഞ്ഞാൽ മന്ത്രി ആവുക, MLA ആവുക, അവരെ മാത്രമേ മൈൻഡ് ചെയ്യൂ. മന്ത്രി MLA ഒന്നും അല്ലെങ്കിൽ അതായ വലിയ ബഹുമാനം, അതല്ലെങ്കിൽ വെറും രാഷ്ട്രീയക്കാരൻ. ഈ ഒരു ജനങ്ങളുടെ ഒരു കള്ളത്തരാണത്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തകനെ നമ്മൾ പിന്നെ ഒരു ജനനേതാവിനെ വിലയിരുത്തേണ്ടത് അയാൾ ഏത് പോസ്റ്റിൽ നിൽക്കുന്നു നോക്കിയിട്ടല്ല,
അയാളെ ജീവിതം എങ്ങനെയാണ്, അയാളുടെ പ്രവർത്തനം എങ്ങനെയാണെന്നാണ്. പക്ഷെ അതൊന്നും ആളുകൾ നോക്കുന്നില്ല. പരുക്കനായ ലോകത്ത് ആരാമങ്ങളുമുണ്ട് ഇവിടെ എന്ന് പറയണ്ടേ. ഇപ്പോൾ എൻ്റെ മാതൃകാ രാഷ്ട്രീയ നേതാവ് സുഗതൻ സാറാണ്. നിഷ്കാമകർമ്മിയായി പാർട്ടി ഓഫീസിൽ കിടന്നുറങ്ങിയ സുഗതൻ സാർ, അദ്ദേഹമാണ് എൻ്റെ മാതൃകാ രാഷ്ട്രീയക്കാരൻ. അല്ലാതെ വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചവരൊന്നുമല്ല. അപ്പം അത്തരത്തിൽ സത്യസന്ധരും നിഷ്കാമകർമ്മികളുമായ മനുഷ്യരെ തിരിച്ചറിയുന്നൊരു സമൂഹം ഉണ്ടാവുന്നില്ല. അതാണ് വിഷയം. ഈ CPI എന്നത് എപ്പോഴും നമുക്കൊരു വ്യത്യസ്തമായ വേറിട്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിലാണ് എല്ലാവരും വിലയിരുത്താറുള്ളത്. അതിൻ്റെ നേതാക്കളായാലും ഏതെങ്കിലും തരത്തിൽ തെറ്റായ രീതിയിലേക്ക് ആ പാർട്ടിയുടെ നേതാക്കൾ പോകില്ല എന്ന ഒരു ചിന്തയുമുണ്ട്. അതും താങ്കൾക്ക് ഒരു പരിചയം തന്നെയല്ലേ? ഞാൻ എൻ്റെ ഈ ജീവിതത്തിലും പ്രസംഗത്തിലൊക്കെ പ്രധാനപ്പെട്ട കരുത്ത്, ഞാൻ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പൂർണ്ണമായി ശരിയും നല്ലതാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ചില ആളുകളുടെ എല്ലാറ്റിലും പോലും, പക്ഷെ ജെന്യുയിനാണ്. സത്യസന്ധമായ ഒരു നിലപാടുകൾ പാർട്ടിക്കുണ്ട്, അതിൻ്റെ നേതാക്കൾക്കുണ്ട് എന്നതാണ് എൻ്റെ ഒരു രാഷ്ട്രീയത്തോടുള്ള ഏറ്റവും വലിയ ഒരു 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 നെഞ്ചുറപ്പ്. അതുകൊണ്ട് എനിക്ക് ധൈര്യത്തിൽ പ്രസംഗിക്കാം. ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ സമീപിക്കാറുണ്ടാകുമല്ലോ. സ്വാഭാവികമായും VK സുരേഷ് ബാബു എന്ന ഒരു ഐക്യൻ അത് നമ്മളിലേക്ക് വന്നിരുന്നു എങ്കിൽ എന്ന ഒരു ചിന്ത മറ്റുള്ള പാർട്ടികളെ നയിക്കാറുണ്ട്. അങ്ങനെ ആരെങ്കിലും സമീപിക്കാറുണ്ടോ? അത്ര വലിയ ആളൊന്നും അല്ലല്ലോ നമ്മൾ. അങ്ങനെ അതിലും വലിയ എത്ര ആളുകളുണ്ട്. അങ്ങനെ വിചാരിച്ചാൽ അയാൾ നമ്മുടെ പാർട്ടി ആയിരുന്നെങ്കിലും ഇങ്ങനെ ആലോചിച്ചാൽ അതിലൊന്നും അർത്ഥമില്ല. പക്ഷേ എല്ലാ പാർട്ടിക്കാരും എന്നെ എല്ലാ പരിപാടിക്കും വിളിക്കാറുണ്ട്. എല്ലാ പാർട്ടിക്കാരും. ഇപ്പം പിന്നെ CPM-ൻ്റെ നിയന്ത്രണത്തിലുള്ള വായനശാലകളും ക്ലബ്ബുകളും ഒരുപാട് എന്നെ വിളിക്കാറുണ്ട്. കോൺഗ്രസിൻ്റെ വിളിക്കാറുണ്ട്. ഇപ്പം BJP-യുടെ നേതാക്കൾ പോലും എന്നെ, അവരുടെ പ്രഗത്ഭരായ നേതാക്കൾ പ്രധാനപ്പെട്ട അവരുടെ സ്കൂളുകളിൽ, അവരുടെ ക്ലബിൻ്റെ വായനശാലയിലാണ്, പാർട്ടിയുടെ പരിപാടിക്കല്ല, ക്ലബ്ബുകളിൽ വായനശാലകളിലൊക്കെ എന്നെ വിളിക്കാറുണ്ട്. രാഷ്ട്രീയം നോക്കാതെ രാഷ്ട്രീയാതീതമായി എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും രാഷ്ട്രീയാതീതമായ ഒരു വ്യക്തിത്വം ഉണ്ടാവണമെന്ന് എൻ്റെ അഭിപ്രായം. ഒരു സൗഹൃദം വേണം. അല്ലാതെ ഈ ശത്രുത, രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള ശത്രുത ഇപ്പം മാധ്യമങ്ങളിലും പത്രങ്ങളിലൊക്കെ പലപ്പോഴും കാണുക. അവിടെ പോയിട്ട് ഇത് അവരൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, എന്തോ മഹാപാപം പോലെ. രാഷ്ട്രീയക്കാർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ എന്താ മഹാപാപമാണ്? അത് വേണമല്ലോ. ആശയപരമായിട്ട് എതിർപ്പുകളുണ്ടാകാം, പക്ഷേ വ്യക്തിപരമായി ശത്രുത എന്ന് പറയുന്നത് ശരിയല്ല. വലിയ വിവാദമായിരുന്നു നമ്മുടെ MP NK പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ ഒരു വിരുന്നിൽ പങ്കെടുത്തു എന്നുള്ളത്. വലിയ വിവാദമായി ഇടതുപക്ഷം തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന സംഭവമാണ്. അത് ശരിയല്ല. രാഷ്ട്രീയപരമായി ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ അതിൻ്റെ പ്രധാനമന്ത്രി ഒരു പ്രത്യേകമായ താല്പര്യം എടുത്തിട്ട് ചില ആളുകളെ സെലക്ട് ചെയ്ത് വിളിക്കുന്നു, എല്ലാവരെയും വിളിക്കുന്നില്ല. അതുകൊണ്ടാണ് ചില ആളുകളെ മാത്രം വിളിക്കുകയും ചില ആളെ വിളിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ടാണ് അതൊരു വിവാദമായത്. പക്ഷേ പൊതുവെ NK പ്രേമചന്ദ്രൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പഠിക്കുന്ന നല്ലൊരു പാർലമെൻ്ററിയനാണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിന് ഞാൻ പുകഴ്ത്തി സംസാരിക്കാറുണ്ട്. പക്ഷേ അയാളുടെ നിലപാടുകളെ ഞാൻ വിമർശിക്കാറുണ്ട്. അയാൾ പരീക്ഷാ പേ ചർച്ച ഒക്കെ ഗംഭീര സാധനമാണ്. അത് അയാളുടെ സ്വന്തമാണോ, അയാളുടെ IAS-കാർ തയ്യാറാക്കി കൊടുക്കുന്നതാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ സംഭവം ഗംഭീരമാണ്. അദ്ദേഹത്തിൻ്റെ ചില പ്രസംഗങ്ങളൊക്കെ നല്ല സ്റ്റാൻഡേർഡ് പ്രസംഗങ്ങൾ അദ്ദേഹം നടത്താറുണ്ട്. അദ്ദേഹം ഇപ്പോൾ പിന്നെ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉച്ചകോടി നടക്കുമ്പോൾ നടത്തിയ പ്രസംഗം സ്റ്റാൻഡേർഡ് പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. സ്റ്റാൻഡേർഡ് പ്രസംഗമാണ്. അപ്പം നല്ല കാര്യങ്ങളെ നമ്മൾ സമ്മതിക്കുകയും പുകഴ്ത്തുകയും വേണം. ഈ മൻ കി ബാത്തൊക്കെ ശ്രദ്ധിക്കാറുണ്ട്? എല്ലാ മൻ കി ബാത്തും ഞാൻ കേൾക്കാറുണ്ട്. മൻ കി ബാത്ത് ഒരൊറ്റ ഒഴിയാതെ ഞാൻ കേൾക്കാറുണ്ട്. അതൊക്കെ BJP-ക്കാർ കേൾക്കാറുണ്ടാവില്ല. അതറിയില്ല. ഞാൻ നല്ലതല്ല, ഞാൻ എല്ലാം കേൾക്കുന്നതാണ്. ഞാനിപ്പോൾ പിന്നെ RSS-ൻ്റെ പുസ്തകങ്ങൾ ഞാൻ വായിക്കാറുണ്ട്. അതിൽ ഇപ്പം ഞാൻ അമൃതാനന്ദമയ്യെ വിമർശിക്കുന്ന ഒരാളാണ്. പക്ഷേ അമൃതവാണി ഞാൻ വായിക്കാറുണ്ട്. അമൃതവാണിയിൽ ചില നല്ല രസമുള്ള കഥകളൊക്കെ ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ള എടുത്താൽ പോരെ? അതല്ല, എല്ലാം വായിക്കണം. നമ്മുടേത് മാത്രം വായിക്കുക. ഈ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ് പാടില്ല. എല്ലാം നമ്മൾ പഠിക്കണം. നമുക്ക് മനസ്സ് ഉറപ്പുണ്ടെങ്കിൽ എന്ത് പഠിച്ചാലും നമ്മുടെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കാൻ പറ്റും. ചില ആളുകൾ ഇപ്പോൾ പല സ്ഥലത്തും ഇടതുപക്ഷക്കാർ അമ്പലങ്ങൾ BJP കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി വ്യാപകമായി അമ്പല കമ്മിറ്റിയിലേക്ക് ആളുകളെ പ്രൊമോട്ട് ചെയ്ത് അമ്പലങ്ങൾ നിയന്ത്രിച്ചു. പക്ഷേ അവസാനം എന്താണെന്നറിയോ? അതിൽ തന്നെയായി പോകുന്നു.
പിന്നെ ഇങ്ങോട്ട് വരുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ അത് വലിയ ഗുണത്തേക്കാൾ ദോഷമാണ്. അവിടെ അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് തന്നെ പ്രധാനമെന്ന് വിചാരിക്കുക. അത് സുഖമാണ്. ഈ അമ്പല കമ്മിറ്റിയിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ പൈസ ഉണ്ടാക്കണം. ഒരുപാട് വെല്ലുവിളികൾ, എതിർപ്പുകൾ, ഇതൊക്കെ ചെയ്യണം. അമ്പലത്തിൽ പോയി പ്രവർത്തിക്കാൻ എന്ത് സുഖമാണ്. ഇഷ്ടംപോലെ കാശ് വരും, ഇഷ്ടംപോലെ ആളുകളുടെ അംഗീകാരം കിട്ടും. അതുകൊണ്ട് അമ്പലത്തിൽ പോയി പ്രവർത്തിക്കാൻ ഇപ്പോൾ റിട്ടയർഡായ ആളുകളെല്ലാം മിക്ക ആളുകളും അമ്പല കമ്മിറ്റിയുടെ ഭാഗമാവുന്നു, പള്ളി കമ്മിറ്റിയുടെ ഭാഗമാവുന്നു. സുഖമാണ്. പക്ഷെ അത് ആ സുഖം അല്ല യഥാർത്ഥ സുഖമെന്ന് തിരിച്ചറിയണ്ടേ. മനുഷ്യനൊരു പൊളിറ്റിക്കൽ ജീവിയാണ്. അവന് പൊളിറ്റിക്കലായ നിലപാടുകളും പൊളിറ്റിക്കലായ പ്രവർത്തനവും ഇല്ലെങ്കിൽ അവൻ മനുഷ്യനല്ല. ഇപ്പോൾ അരാഷ്ട്രീയവാദം വ്യാപകമായി വളർന്നു വരുന്നത് യഥാർത്ഥ രാഷ്ട്രീയം എന്തെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. കക്ഷി രാഷ്ട്രീയം മാത്രമാണ് രാഷ്ട്രീയമെന്ന് തെറ്റിദ്ധരിച്ചു പോയി. ഇന്ത്യൻ റിപ്പബ്ലിക് എന്താണെന്ന് അറിയുന്ന കുട്ടികളില്ല നമ്മുടെ നാട്ടിൽ. ഞാനൊരു സ്കൂളിൽ പോയിട്ട് ചോദിച്ചു, റിപ്പബ്ലിക് ദിനവും സ്വാതന്ത്ര്യ ദിനവും തമ്മിൽ എന്താ വ്യത്യാസം? കുട്ടികൾക്കറിയില്ല. അപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ്, നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയാണ് പോലും, അവനോട് മാഷ് പറഞ്ഞു കൊടുക്കും. അവൻ എഴുന്നേറ്റ് പറഞ്ഞത്, സ്വാതന്ത്ര്യദിനത്തിന് പ്രധാനമന്ത്രിയാണ് പതാക ഉയർത്തുക, അപ്പോൾ പ്രസിഡൻറ്റിന് പതാക ഉയർത്താൻ വേണ്ടി ഒരു ദിനം ഉണ്ടാക്കി, അതാ റിപ്പബ്ലിക് ദിനം. ഇങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. വാട്ട് ഈസ് റിപ്പബ്ലിക് എന്ന് കുട്ടികൾ അറിയണ്ടേ? രാജ്യം എന്താണ്, നമ്മുടെ കാലഘട്ടം എന്താണ്, നമ്മുടെ ദേശം എന്താണെന്ന് അറിയണ്ടേ? നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം ലണ്ടനിലേക്കും കാനഡയിലേക്കും പോകുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ? അവരുടെ അറിവിനെ കാലത്തോടും ദേശത്തോടും കണക്ട് ചെയ്യുന്നില്ല. അതാണ് പ്ലസ്. ദേശം ഇങ്ങനെയാണ് എക്സ് ആക്സിസ്, കാലം ഇങ്ങനെയാണ് വൈ ആക്സിസ്. ഈ കാലദേശങ്ങളുടെ ഗ്രാഫാണ് പ്ലസ് എന്ന് കുട്ടികൾ അറിയുന്നില്ല. നമ്മുടെ അറിവിനെ ഈ കാലഘട്ടത്തോടും ദേശത്തോടും കണക്ട് ചെയ്യണം. അധ്യയന വർഷമെന്ന് പറയും. വാട്ട് ഈസ് അധ്യയനം? അയനമാണ്. ഇപ്പം പാഠപുസ്തകത്തിലുള്ളത് മാത്രം പഠിച്ചാൽ ഒരു കുട്ടി 0 ആണ്. അവൻ പ്ലസ് ആവണമെങ്കിൽ ആ പാഠപുസ്തകത്തിൽ നിന്ന് എന്തെങ്കിലും കൂട്ടി ചിന്തിക്കുകയോ പഠിക്കുകയോ ചെയ്യണം. അയനം, കൂടുതൽ യാത്ര, അതാണ് അതിൻ്റെ അർത്ഥം. അത് ചെയ്യിക്കുന്നവനാണ് അധ്യാപകൻ. പാഠപുസ്തകം മാത്രം പഠിപ്പിക്കുന്നവൻ അധ്യാപകനല്ല. പാഠപുസ്തകത്തിനപ്പുറത്തേക്ക് കുട്ടിയെ പ്രേരിപ്പിക്കുന്നവനാണ് അധ്യാപകൻ. നമ്മളിപ്പോൾ കുട്ടികളെല്ലാം ലക്ഷ്യം വെക്കുന്നത് കേവലം ജോലി, വരുമാനം, ശമ്പളം. ഇതിനപ്പുറത്തൊരു വലിയ ലോകമുണ്ട്. അവിടത്തേക്ക് കുട്ടികൾ പോകണം. അതാണ്. എന്തായാലും VK സുരേഷ് ബാബുവുമായി എത്ര സംസാരിച്ചാലും നമുക്ക് മതി വരില്ല. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും നമുക്ക് ഇനിയും കൂടുതൽ ചോദിക്കാനും പറയാനും കേൾക്കാനുമുള്ള ആകാംക്ഷയുണ്ടാകും. പക്ഷേ ക്വസ്റ്റ്യൻ അവറിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും നേരം നമ്മുടെ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളോട് വിശദീകരിച്ച VK സുരേഷ് ബാബുവിന് ഇനിയും കൂടുതൽ വേദികൾ കിട്ടട്ടെ. അദ്ദേഹത്തിന് നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെയുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ ഇടവരട്ടെ. അദ്ദേഹത്തെ പരിപാടികളിലേക്ക് ഇനിയും ക്ഷണിക്കട്ടെ. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹം പറഞ്ഞു തരും. അതിന് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം വലിയ തോതിലുള്ള പഠനങ്ങൾ അതിന് നടത്തുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും VK സുരേഷ് ബാബു ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ കൂടി കണ്ണൂരിന് ഏറെ പ്രശസ്തനാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമാണ്. എല്ലാ നിലകളിലും പ്രവർത്തിക്കുമ്പോഴാണ് അദ്ദേഹം രാജ്യത്തിന് വെളിയിലും ഇത്തരം പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളുമൊക്കെ നടത്തുന്നത്. അതിൽ എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹം നമുക്ക് സമൂഹത്തിന് നൽകിക്കൊണ്ട് മാത്രമേ അദ്ദേഹം പ്രഭാഷണം അവസാനിപ്പിക്കാറുള്ളൂ. എല്ലാവിധ ഭാവങ്ങളും അദ്ദേഹത്തിന് നേരുകയാണ്. ക്വസ്റ്റ്യൻ അവറിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു അതിഥിയുമായി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.